ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ IQ13 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് നോക്കുന്ന വീഡിയോ ആണ്. മീൻ വൈൽ ചില സെറ്റിംഗ്സ് നമ്മുടെ റിയൽമി GT7 Pro, അതാണ് ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ, അതുമായിട്ട് നമ്മൾ ചിലത് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ്. സോ വൺ എമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആയിരുന്നു, ദാറ്റ് മീൻസ് സാംസങ്ങിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടായിരുന്ന കോൾ റെക്കോർഡിംഗ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ IQ-നകത്തും കോൾ റെക്കോർഡിംഗ് വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഡയൽ എടുക്കുക, കോൾ സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യുക, ആൻഡ് യു ക്യാൻ സി നമ്മുടെ കോൾ റെക്കോർഡിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട്, കോൾ റെക്കോർഡിങ്സ്. ആൻഡ് യു ക്യാൻ സി ബൈ ഡീഫോൾട്ട് ഡോൺ റെക്കോർഡ് കോൾസ് ആയിരിക്കും. അത് മാറ്റിയിട്ട് റെക്കോർഡ് ഓൾ കോൾസ് ഓട്ടോമാറ്റിക്കലി കൊടുക്കുക. അത് കഴിയുമ്പോൾ എല്ലാ കോളും നമ്മുടെ ഫയൽ മാനേജറിനകത്ത് റെക്കോർഡർ എന്നുള്ളതിനകത്ത് എല്ലാ കോൾസും ഉണ്ടാകും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സാംസങ്ങിനകത്ത് കണ്ടുപോലെ നമുക്ക് ഈ ഒരു കോൾ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിവിടെ ഉണ്ട്. കോൾ ബാക്ക്ഗ്രൗണ്ട് ബൈ ഡീഫോൾട്ടായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഗാലറിയിൽ ഫോട്ടോസും അസൈൻ ചെയ്യാം. സെലക്ട് ചെയ്യുക ഫോട്ടോസ് ഉണ്ട്, നമ്മുടെ ഗാലറി പോയിട്ട് ഏതെങ്കിലും ഫോട്ടോസ് അസൈൻ ചെയ്യുകയും ചെയ്യാം. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിംഗ്സിന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഡുവൽ സ്ക്രീൻ. ദാറ്റ് മീൻസ് ഒരേ സ്ക്രീൻ തന്നെ രണ്ട് ആപ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ്. സോ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിൽക്കണം, എനിക്ക് അപ്പം തന്നെ അടുത്ത ആപ്പ് യൂസ് ചെയ്യണം. ജസ്റ്റ് നമ്മുടെ 3 ഫിംഗർ സ്വൈപ്പ് കൊടുക്കുക, നെക്സ്റ്റ് ആപ്പ് ഏതാണോ ഞാനിപ്പോൾ ആൽബം സെലക്ട് ചെയ്തു. സോ സെയിം ടൈം എനിക്കിത് നമ്മുടെ ആൽബംസ്, ദാറ്റ് മീൻസ് ഗാലറിയും അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ പ്ലേ സ്റ്റോറും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക, സ്വാപ്പ് ആപ്സ് കൊടുക്കുക. അപ്പോൾ മേളിലെ ആൽബംസുമായി താഴെ നമ്മുടെ പ്ലേ സ്റ്റോറുമായി എഗെയിൻ സ്വാപ്പ് ആപ്സ് കൊടുത്ത് നേരെ തിരിഞ്ഞു മേളിൽ പ്ലേ സ്റ്റോറും താഴെ ആൽബംസുമായി. ഇനി ഫ്യൂച്ചറിലും ഈ ഒരു കോമ്പിനേഷൻ, ദാറ്റ് മീൻസ് പ്ലേ സ്റ്റോറും അതുപോലെ ആൽബംസും ഫ്യൂച്ചറിലും യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് സേവ് കോമ്പിനേഷൻ കൊടുക്കുക. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ആപ്പ് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും. ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ ഉണ്ടാവും, യു ക്യാൻ സി കണ്ടോ, ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഷോർട്ട് കട്ടിൽ എപ്പോൾ നിൽക്കുന്നു അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ അതേപോലെ തന്നെ ആൽബംസ് ഒരേ സമയത്ത് തുറന്നു വരും. ആൻഡ് നെക്സ്റ്റ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സ്ക്രീനാണ് ജസ്റ്റർ നാവിഗേഷൻ. അതെവിടെ കിടക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ പോവുക, ജസ്റ്റ് സ്ക്രോൾ ഡൗൺ, നമ്മുടെ സിസ്റ്റം മാനേജ്മെൻറ്റിൽ പോവുക, അവിടെ സിസ്റ്റം നാവിഗേഷൻ കിടപ്പുണ്ട്. ബൈ ഡീഫോൾട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന 3 ബട്ടൺ നാവിഗേഷൻ ആണെങ്കിൽ അതെവിടെ ആയിരിക്കും കണ്ടോ. ഇനി അത് ഓപ്ഷൻസ് ഇപ്പോൾ ഏറ്റവും റൈറ്റ് എൻഡിലാണ് ബാക്ക് വരുന്നത്, അത് മാറ്റിയിട്ട് ലെഫ്റ്റ് എൻഡിൽ ആക്കണത് അങ്ങനെ ഐക്കൺസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഐക്കൺ സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമ്മുടെ സർക്കിൾ ടു സെർച്ച്, നമ്മുടെ ഗാലക്സി S24 സീരീസിൽ ഒക്കെയുള്ള സർക്കിൾ ടു സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. ടേൺ കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, യൂസ് സർക്കിൾ ടു സെർച്ച് ഉണ്ടോ. ഇപ്പോൾ നമുക്കൊരു ലൊക്കേഷൻ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നോർമലായിട്ട് ഇങ്ങനെ സർക്കിൾ ടു സെർച്ച് ചെയ്യാം. അതെന്താണ് കണ്ടന്റ്, ഇപ്പോൾ ഇമേജസ് ആണെങ്കിൽ ഇമേജ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വിക്കായിട്ട് കാണിച്ചു തരാം. സോ ക്യാമറ തുറന്നു, ഓക്കെ, ക്യാമറയുടെ ആപ്പ് വെച്ച് തന്നെ ഞാൻ നമ്മുടെ റിയൽമി GT7 Pro ഒന്ന് ആക്കി. ഓക്കെ, ക്യാൻ സി നമ്മുടെ റിയൽമി GT7 Proയുടെ ഇമേജസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. സെയിം തന്നെ നമ്മൾ ഓൾറെഡി കണ്ടുവരുന്ന ബാക്കിയുള്ള ഫോൺസിൽ കണ്ടുവന്ന സെയിം സംഭവം IQ കൊണ്ടുവന്നിട്ടുണ്ട്, സർക്കിൾ ടു സെർച്ച്. സോ ജസ്റ്റ് ഗോ ബാക്ക്, അതാണ് ഇവിടെ. ആൻഡ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ജസ്റ്റർ നാവിഗേഷൻ, മീൻസ് ഇത്രയും ഫുൾ സ്ക്രീൻ ഇമ്മേഴ്സീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റർ നാവിഗേഷൻ എനേബിൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഫുൾ സ്ക്രീനും നമ്മുടെ യൂസ്ഫുള്ളാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ താഴെ ഒരു ചെറിയ ബോട്ടം, ജസ്റ്റർ ഗൈഡ് ബാർ എന്നാണ് ഇതിന് പറയുക, അതും കൂടെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ബോട്ടം ബാർ കൊടുക്കുക. ഓക്കെ, യു ക്യാൻ സി കണ്ടോ, ഇപ്പോൾ ഫുള്ളി ഇമ്മേഴ്സീവ് സംഭവമായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിസ്റ്റം നാവിഗേഷൻ. ആൻഡ് നൗ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്രോമിൽ നിൽക്കുകയാണ്, ദാറ്റ് മീൻസ് യു ആർ ബ്രൗസിങ് സംതിങ്, ആൻഡ് ഈ സെയിം സമയത്ത് ഇതൊരു ചെറിയ പോപ്പപ്പ് വിൻഡോ ആയിട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഡ്ജ് ആപ്പ് പോലെ വരണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, ഇവിടെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് സ്മോൾ വിൻഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഇട്ട് വിടുക. അപ്പോൾ ചെറിയൊരു വിൻഡോ ആയിട്ട് ഇവിടെ വരും. ഇനി നിങ്ങൾക്കതൊരു ചെറിയ ഐക്കൺ പോലെ മതി, ജസ്റ്റ് ആ മൈനസ് ടാപ്പ് ചെയ്യുമ്പോണ്ടോ ചെറിയൊരു ഐക്കൺ പോലെ. മീൻ വഴി നിങ്ങൾക്ക് ഏതാണോ ആപ്പ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ സമയത്ത് സെയിം കാര്യം ചെയ്യാം. ആൻഡ് എപ്പോഴാണോ ഈ ആപ്പ് വേണ്ടത് ജസ്റ്റ് ആപ്പ് ടാപ്പ് ചെയ്യുക, ആ ആപ്പ് ഇൻസ്റ്റൻറ്റ് വരും. ആൻഡ് അതിങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഏത് ലൊക്കേഷനിൽ വേണമെങ്കിൽ ആക്കാൻ പറ്റും. ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഏറ്റവും മേളിൽ കൊണ്ടുവരുവാണെങ്കിൽ എഗെയിൻ ആ ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂവിലും തൊടും. ഏത് ആപ്പിൽ നിന്നിട്ടാണോ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നിട്ടാണ് മേളിട്ട് കൊണ്ടുവരുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറും ക്രോമും ഉള്ളൊരു സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ വരും ഉണ്ടോ. ഭയങ്കര സീംലെസ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് അവിടുന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീൻ ആവുകയും ചെയ്തു. ഇനി നമ്മൾ ഈ ജസ്റ്റർ നാവിഗേഷൻ എനേബിൾ ചെയ്ത് കാരണം നമ്മൾ ഇങ്ങനെ റീസെൻസി പോയിട്ട് ഇവിടെ ഞെക്കി ഈ സ്മോൾ വിൻഡോ എടുക്കേണ്ട കാര്യമില്ല. സ്മോൾ വിൻഡോ മീൻസ് എസെൻഷ്യലി നമ്മുടെ പോപ്പ് വിൻഡോ തന്നെയാണ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ആ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊണ്ട് കൈവിടുക കേട്ടോ. സെയിം തന്നെ ഇതാണ് നമ്മുടെ ചെറിയ പോപ്പ് വിൻഡോ ആയിട്ട് വന്നു. ആൻഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, നോർമലായിട്ടുള്ള വിൻഡോ ജസ്റ്റ് മൈനസ് ചെയ്യുക, ഇങ്ങനെ വന്നു. ജസ്റ്റ് എഗെയിൻ ടാപ്പ് ചെയ്യുക, വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക കണ്ടോ. എല്ലാ സംഭവം ഒറ്റയടിക്കാൻ വന്നു. എഗെയിൻ ഞാൻ പ്ലേ സ്റ്റോറിൽ കാണിച്ചു തരാം. ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് നിർത്താണ്ട് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി കൈവിട്ടു കണ്ടോ. അപ്പോൾ തന്നെ ആ സ്മോൾ സ്ക്രീൻ വിൻഡോ ആയിട്ട് വന്നു. ജസ്റ്റ് ടാപ്പ് ചെയ്തു, വലുതാക്കി. ആൻഡ് ഇനി
ഇനിയിപ്പോൾ നമ്മൾ റൈറ്റ് എൻഡ് കോർണറിൽ നിന്നാണ്, ദാറ്റ് മീൻസ് ടോപ്പിലെ റൈറ്റ് കോർണറാണ്. ഇനി ടോപ്പിലെ ലെഫ്റ്റ് കോർണറിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂവിൽ തൊടാൻ പറ്റും. സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ നെക്സ്റ്റ് ആപ്പ് ഏതാണ് വേണ്ടത്? ക്രോം കേട്ടോ. സോ സീംലെസ് കസ്റ്റമൈസേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇത് എവിടെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് ഷോർട്ട് കട്ട്സിൻ്റെ ആക്സിബിലിറ്റിക്ക് അത് പോവുക. അവിടെയാണ് ഇത് രണ്ടും കിടക്കുന്നത്. സ്പ്ലിറ്റ് സ്ക്രീൻ അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. സ്വൈപ്പ് അപ്പ് വിത്ത് 3 ഫിംഗേഴ്സ്, 2 ആപ്സ് ഒരേ സ്ക്രീനിൽ കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ആൻഡ് നെക്സ്റ്റ് ആണ് സ്മോൾ വിൻഡോ. ഇത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. പിന്നെ ഏത് ആപ്പാണെങ്കിലും ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് ഇത് റൈറ്റ് ടോപ്പിൽ കോർണറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സപ്പോർട്ടഡ് ആപ്സ് എല്ലാം അവിടെ കാണിക്കും. ലെഫ്റ്റ് ടോപ്പിലാണെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ, റൈറ്റ് ടോപ്പിലാണെങ്കിൽ സ്മോൾ പോപ്പപ്പ് വിൻഡോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സാംസങ്ങിനകത്തൊക്കെ ഉണ്ടായിരുന്നൊരു എഡ്ജ് പാനലുണ്ട്, ദാറ്റ് മീൻസ് ആപ്സ് എഡ്ജ് എന്ന് പറയും. അത് നമുക്ക് നമ്മുടെ ഐക്യൂലും ഉണ്ട്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. അതിന് പേരാണ് സ്മാർട്ട് സൈഡ് ബാർ. അത് വേറൊരു പേരാണ് കൊടുത്തിരുന്നത്, സ്മാർട്ട് സൈഡ് ബാർ. ആൻഡ് അതിൻ്റെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയാണ് ആ സാധനം വന്നിരിക്കണ്ടോ, ചെറിയൊരു ബാർ പോലെ കിടക്കുന്നുണ്ടോ. അതിനകത്തൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി കണ്ടോ, ഒരു ആപ്പ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഇവിടെ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്തു, എന്നിട്ട് എഡിറ്റ് ചെയ്തു. ഏതൊക്കെ ആപ്പാണോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മാത്രമേ സെലക്ട് ചെയ്യാൻ പോകട്ടോ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗെയിമിംഗ് ആപ്സാണ്. സോ ഞാൻ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ, ജെൻഷൻ ഇമ്പാക്റ്റ്, ജസ്റ്റ് ക്വിക്കായിട്ട് ആഡിൻ്റെ ബെഞ്ച്മാർക്ക് കിട്ടും. ഓക്കെ, ഇത്ര ആപ്സ് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഏത് സ്ക്രീൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ക്രോമിൽ എന്തെങ്കിലും യൂസ് ചെയ്യാം, ആ സെയിം സമയത്ത് എനിക്ക് ആപ്പ് ഗെയിമിംഗ് കളിക്കണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തു. ഏത് ഗെയിമാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ആപ്പാണോ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്തു. അപ്പോൾ തന്നെ ആ ആപ്പ് ഓപ്പൺ ആയി വന്നു. കേട്ടോ, സീംലെസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഇപ്പോൾ ക്രോമിൽ നിൽക്കുകയാണെങ്കിൽ സെയിം തന്നെ ഇവിടുന്ന് സ്വൈപ്പ് ചെയ്യുക, ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പ് ഇൻസ്റ്റൻ്റായിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ വാട്ട് യു കോൾ ഈ സ്മാർട്ട് സൈഡ് ബാർ. എസെൻഷ്യലി നമ്മുടെ ആപ്സ് എഡ്ജ് പാനലിന് വേറൊരു പേര്, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ ബേസിക് ഫീച്ചേഴ്സാണ് എസ് ക്യാപ്ചർ, ദാറ്റ് മീൻസ് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഫീച്ചർ. അതിനകത്ത് തന്നെ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ടോ, ജസ്റ്റ് താഴെ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. നമ്മുടെ മോഷൻ ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. സ്മാർട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് സ്മാർട്ട് സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ്. ഇതിനകത്ത് കുറേ സംഭവം, ദാറ്റ് മീൻസ് നമ്മുടെ ബേസിക് സംഭവം തന്നെയാണ്. ഇതിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞോ, റേസ് ടു വേക്ക്, ദാറ്റ് മീൻസ് നമ്മുടെ ഫോൺ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഐഡിയലായിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വേക്ക് ചെയ്യുന്ന ഫീച്ചറാണ്. പിന്നെ ഡബിൾ ടാപ്പ് ടു വേക്ക്, അത് ബേസിക്, ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക, വേക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ കീപ് സ്ക്രീൻ ഓൺ വൈൽ ലുക്കിംഗ്. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു 30 സെക്കൻഡാണ് നിങ്ങളുടെ സ്ക്രീൻ ടൈം ഔട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു 30 സെക്കൻഡ് കഴിഞ്ഞ് ഒരു സിംഗിൾ പേജ് ഡോക്യുമെൻറ്റ് വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 30 കഴിഞ്ഞ് 31, 32 അങ്ങനെ സെക്കൻഡ്സിട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്റ്റിൽ നിങ്ങൾ ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം സ്ക്രീനിൻ്റെ ടൈം ഔട്ട് ആവത്തുമില്ല, സ്ക്രീൻ ഓഫായി പോകത്തില്ല. അതാണ് ഈ സംഭവം. സോ അത് ജസ്റ്റ് വേണമെങ്കിൽ എനേബിൾ ചെയ്തില്ല. നെക്സ്റ്റ് ബേസിക്കായിട്ട് ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ്, ജസ്റ്റ് ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ്. അതൊക്കെ ബേസിക് സെറ്റ് ഓഫ് സെറ്റിംഗ്സ് ആണ്. ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ്. ആൻഡ് നെക്സ്റ്റ് സ്മാർട്ട് കോളിംഗ് കുറേ സംഭവം കേട്ടോ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫസ്റ്റത്തെ സ്മാർട്ട് കോൾ എന്ന് പറഞ്ഞ ഫീച്ചർ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോണിലൊരു കോൺടാക്റ്റ് ഇവിടെ നിൽക്കാമെന്ന് വെച്ചു. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഫാമിലി പേരൻറ്റിൻ്റെ ഒരു കോൺടാക്റ്റ് ജസ്റ്റ് ഫോൺ എടുത്ത് ഡയറക്റ്റായിട്ട് ചെവിയിട്ട് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു നമ്പർ ഇട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് ഡയറക്റ്റായിട്ട് കോൾ പോകും. അതാണ് നമ്മുടെ സ്മാർട്ട് കോൾ. നെക്സ്റ്റ് നമ്മുടെ സ്മാർട്ട് ആൻസർ, ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളൊരു കോൾ റിസീവ് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് ഫോൺ എടുത്ത് ഡയറക്റ്റായിട്ട് ചെവി വയ്ക്കുക, അപ്പോൾ തന്നെ ആ കോൾ ആൻസർ ആവും. നെക്സ്റ്റ് സ്മാർട്ട് സ്വിച്ച്, ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ സ്പീക്കറിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ റൂമിൽ കയറുന്ന നോട്ട് മച്ച് ഫെമിലിയർ ടു ആയിട്ടുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഫോൺ എടുത്ത് ഡയറക്റ്റായിട്ട് ചെവി വയ്ക്കുക, ഇൻസ്റ്റൻ്റായിട്ട് അത് ഇയർ പീസ് ഇട്ട് സ്വിച്ച് ആവും. നെക്സ്റ്റ് ഫ്ലിപ്പ് സ്മാർട്ട് മ്യൂട്ട്, ദാറ്റ് മീൻസ് ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യുക, അപ്പോൾ തന്നെ മ്യൂട്ട് ആയിക്കോളും. നെക്സ്റ്റ് ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിംഗ് കോൾസ്, ജസ്റ്റ് ഇൻകമിംഗ് കോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക, ഇൻസ്റ്റൻ്റ് അത് മ്യൂട്ട് ആവും. നെക്സ്റ്റ് വേവ് ടു ഹാൻഡ്സ്, ദാറ്റ് മീൻസ് ഒരു ഇൻകമിംഗ് കോൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി മേളിക്കടെ, അപ്പോൾ തന്നെ ആ കോൾ ആൻസർ. സോ ലോട്ട് ഓഫ് സ്മാർട്ട് കോളിംഗ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ഷേക്ക് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്, ജസ്റ്റ് ടേൺ ഓൺ ആണ് ബൈ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും, ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. സോ സോർട്ട് ഓഫ് ബേസിക് സെറ്റിങ്സ് ആണ് അവിടെ വരിക. ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ റിയൽമി GT7 Proയ്ക്ക് അത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ആ സെയിം ലൊക്കേഷൻ കാണിച്ചാൽ ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. ആക്സബിലിറ്റി ആൻഡ് കൺവീനിയൻസിനകത്താണ് സെയിം കിടക്കുന്നത്. ആൻഡ് യു ക്യാൻ സി സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ്, ഫ്ലെക്സിബിൾ വിൻഡോ, സ്മാർട്ട് സൈഡ് ബാർ ഉണ്ടോ, അതിൻ്റെയൊക്കെ വേറെ രീതിയിലുള്ള പേരുകളിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ആൻഡ് അസിസ്റ്റീവ് ബോൾ, ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസിനകത്ത് ആ സെയിം സംഭവം, സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്, റേസ് ടു വേക്ക് നമ്മളിപ്പോൾ കണ്ടത് ഉണ്ടോ, എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കൊണ്ട് സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇതാണ് കുറച്ചും കൂടെ ഓപ്ഷൻസ് നമ്മുടെ റിയൽമിക്കകത്ത് വരുന്നത്. മീൻസ് നമ്മൾ ജസ്റ്റർ ഡ്രോ ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻ അത് നമുക്ക് ഐക്യൂനകത്ത് കിട്ടുന്നില്ല. അതാണ് ചെറിയൊരു നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ ഉണ്ടായേനെ. സോ അത് നമുക്ക് കിട്ടുന്നില്ല. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഗോ ബാക്ക്. സ്മാർട്ട് മോഷൻ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ക്വിക്ക് ആക്ഷൻ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ക്വിക്ക് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ലോക്കായിരിക്കുന്ന സമയത്ത് വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്പ് ഇട്ട് പോകണമെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആൻ ആപ്പ് കൊടുക്കാം, ഏതെങ്കിലും ആപ്പ് ഇട്ട് കോൾ ഓഫ് ഡ്യൂട്ടി BGMI ഏതിട്ട് വേണമെങ്കിലും കൊടുക്കാം. സോ ഞാൻ ലോക്ക് ചെയ്തു, പ്രസ് ആൻഡ് ഹോൾഡ് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഫിംഗർ പ്രിൻറ്റ് ഫേസ് റെക്കഗ്നിഷൻ ഇൻസ്റ്റൻ്റായിട്ട് അഡോബി പ്രീമിയർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വേറെ സംഭവങ്ങളുണ്ട്, ലോക്ക് ചെയ്തു ആൻഡ് ഡബിൾ പ്രസ് ചെയ്യുക, വോളിയം ഡൗൺ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ആപ്പിട്ട് പോകും. ആൻഡ് യു ക്യാൻ സി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫോട്ടോ, ദാറ്റ് മീൻസ് നമ്മുടെ ക്യാമറ ആയിട്ട് പോയി. കണ്ടോ, അത് നമുക്ക് ഏത് വേണമെന്ന് കസ്റ്റമൈസ് ചെയ്തിടാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം സെറ്റിങ്സ്. ഇതാണ് ഡബിൾ പ്രസ്, ഏത് ഫംഗ്ഷൻ വേണം അതാണ് നമ്മുടെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ആയിട്ട് എനിക്ക് ആക്ഷൻ ഫോർ ക്യാമറയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. യു ക്യാൻ സി ക്വിക്ക് ആക്ഷൻ ഫോർ ക്യാമറ. ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡിനകത്ത് നമുക്ക് ഏത് ആപ്പിട്ട് വേണമെങ്കിലും അസൈൻ ചെയ്യാൻ പറ്റും. കേട്ടോ, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏത് ആപ്പിട്ട് വേണമെങ്കിലും പ്രസ് ആൻഡ് വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഏത് ആപ്പിട്ട് വേണമെങ്കിലും അസൈൻ ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ. അത് നോർമലി കിടക്കുക നമ്മുടെ ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരിക്കും. അത് മാറ്റിയിട്ട് ഇവിടെ ഇടുവാണെങ്കിലുണ്ടല്ലോ, ദാറ്റ് മീൻസ് നമ്മുടെ ഞെക്കിയിട്ട് നമ്മുടെ ലോഞ്ച് ഗൂഗിൾ അസിസ്റ്റൻ്റ് മാറ്റിയിട്ട് പവർ ആൻഡ് എമർജൻസി വേണമെങ്കിൽ ഇത് ഇങ്ങനത്തെ നോർമൽ സംഭവം വരും. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഡാറ്റ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റിൽ ജെമിനിയിട്ട് ഡാറ്റ ആയിട്ട് പോകും. സോ ഇറ്റ്സ് അപ്പോൺ യു വിച്ച് ഈസ് യുവർ പ്രിഫറൻസ്. ഐഫോൺസ് എന്തൊക്കെ അസിസ്റ്റീവ് ടച്ചില്ല, അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഈസി ടച്ച്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഞാൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചു, നമ്മൾ ഇവിടുന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് സൈഡ് ബാർ, അതായത് നമ്മുടെ ആപ്സ് എഡ്ജ് ഇവിടെ വരും. ഓക്കെ, അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ആപ്പ് സെലക്ട് ചെയ്യാം. ഇനി വേറെ ആപ്സ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുക്കുക, ഏത് ആപ്പ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഷോർട്ട് കട്ട്സ് ഇവിടെ നിന്ന് ആക്സ് ചെയ്യും. ഷോർട്ട് കട്ട് ആക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ കുറവാണ്, കാരണം ഇവിടെ ആപ്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എഡിറ്റ് കൊടുത്താലും ആപ്സ് മാത്രമേ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അതിനാണ് നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. സോ ഇത് ഞാനിവിടെ കസ്റ്റമൈസ് ഇട്ടേക്കോട്ടെ. കണ്ടോ, സോറി, ഇവിടെ നോക്കിയാൽ ചെറിയൊരു ബോൾ വരുന്നുണ്ട്. ഈ ബോൾ എക്സാക്ട്ലി എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, നമ്മുടെ പവർ ബട്ടൺ എവിടെയാണ് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഹൈഡ് ആകുമ്പോൾ നോക്കിക്കോട്ടെ. കണ്ടോ, ഭയങ്കരമായിട്ട് ഹൈഡായി. സോ സപ്പോസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും യൂസ് ചെയ്തിരിക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഈസി ടച്ചിൻ്റെ ഇതൊരു ഐക്കണാണ്. കണ്ടോ, ജസ്റ്റ് ഞെക്കുമ്പോൾ ഓരോ രീതിയിലും കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ എവിടെയാണെന്ന് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിലായിരുന്നു എവിടെയാണെങ്കിൽ ജസ്റ്റ് ഇത് പവർ ബട്ടൻ്റെ അവിടെ വിർച്വലി ഒന്ന് തൊടുന്നു, അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം, അത് കസ്റ്റമൈസ് ചെയ്യാൻ കാണിച്ചു തരാം. സോ ദി ഈസി ടച്ച് അത് ഇപ്പോൾ കിടക്കുന്ന ടാപ്പിനകത്ത് കാൽക്കുലേറ്റർ ഇട്ടേക്കും. അത് മാറ്റിയിട്ട് ഞാൻ ഓപ്പൺ മെനു കൊടുക്കാം. ഇതാണ് യൂഷ്വലി ഞാൻ സെറ്റ് ചെയ്യാറ്. സോ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഷോർട്ട് കട്ട്സ് ഇട്ട് അല്ലെങ്കിൽ ഇനിയുള്ള ഇഷ്ടമുള്ള ആപ്സ് ഇട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കസ്റ്റമൈസ് മെനു കൊടുക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇല്ലാത്ത ആപ്സ് ആയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ ഗെയിംസ് ആയിട്ടാണ്, ഇതിനകത്ത് മൊത്തം സോഷ്യൽ മീഡിയ ആപ്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ സാധനങ്ങൾ ഞാൻ കുറച്ച് ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ ഇടാം. ക്രോം, കോമ്പസ്, ഇതൊക്കെ സോഷ്യൽ മീഡിയ ആപ്സ് എന്ന് വെച്ചോ, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗെയിമിംഗ് ആപ്സ് ഇവിടെ ആ സ്മാർട്ട് സൈഡ് വരുന്ന സ്വൈപ്പ് ചെയ്തെടുത്തു. ആൻഡ് ഇനി അല്ലാത്ത സോഷ്യൽ മീഡിയ ടൈപ്പ് ആപ്സാണ് ജസ്റ്റ് ഇവിടെ തൊട്ടു. കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ ആപ്സ് കിട്ടി. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് കട്ട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ. കാരണം ഷോർട്ട് കട്ട്സ് ഇവിടെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആപ്സ് വേണമെങ്കിൽ വേറെ ആപ്സ് നമുക്ക് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, പക്ഷേ ഷോർട്ട് കട്ട്സ് എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ ഞെക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട്സ് നമുക്ക് ഇവിടെ തന്നെ ഫ്ലാഷ് ലൈറ്റ് വേണോ, ലോക്ക് സ്ക്രീൻ വേണോ, ഇനി അതിൻ്റെ വേറെ കസ്റ്റമൈസേഷൻ വേണോ, കാൽക്കുലേറ്റർ വേണോ, എന്ത് വേണമെങ്കിലും ജസ്റ്റ് ടാപ്പിൽ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് കണ്ടോ, ലോക്ക് സ്ക്രീൻ കണ്ടോ, ഏതിട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ തന്നെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് ഈസി ടച്ച്. ഇനി ഞാൻ മുമ്പ് കാണിച്ച പോലെ ഇത് ഹൈഡായി പോട്ടെ കേട്ടോ. കണ്ടോ, ഇത് ഹൈഡായി പോയി. ഇനിയിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിൽക്കുന്ന സമയത്ത് എവിടെയാണ് ഇങ്ങനെ നോക്കി നടക്കണ്ട. ജസ്റ്റ് ഇത് എവിടെയാണോ പവർ ബട്ടൺ അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക, ഇൻസ്റ്റൻ്റ് സാധനം വന്നു. ആൻഡ് തൊട്ട് മുമ്പ് കാണിച്ചപ്പോൾ കാൽക്കുലേറ്റർ ആണല്ലോ വന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മെനു വലിയ താല്പര്യമൊന്നുമില്ല, ഉള്ളത് ഇത്ര ആപ്സാണ് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒറ്റ ആപ്പിട്ട് സെറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ആപ്പിട്ടൊക്കെ സെറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ടാപ്പിൽ നിങ്ങൾ ഇതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ ഞാൻ കാൽക്കുലേറ്റർ കൊടുത്തു. അപ്പോൾ എപ്പോൾ ഞാനിവിടെ ടാപ്പ് ചെയ്താലും, സോ ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ ക്രോമിൽ നിൽക്കുക, എപ്പോൾ ഞാനിവിടെ ടാപ്പ് കൊടുത്താൽ അപ്പോൾ കാൽക്കുലേറ്റർ വരും. കാൽക്കുലേറ്റർ വന്നു. ഇനി അത് ഡബിൾ ടാപ്പ് ഇട്ട് അസൈൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് കാണിച്ചു തരാം. ഡബിൾ ടാപ്പ് അതും എങ്ങോട്ട് വേണം കൊടുക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താണ്. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും നോട്ടെ, ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോർമലി ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം, ഒന്നും വേണ്ട. ജസ്റ്റ് ഡബിൾ ടാപ്പ് സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി പ്രസ് ആൻഡ് ഹോൾഡിലും ആകട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫുൾ കസ്റ്റമൈസ് പ്രസ് ആൻഡ് ഹോൾഡിൽ എന്ത് വേണം അവിടെയും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ലോട്ട് ഓഫ് കസ്റ്റമൈസേഷൻ, ബേസിക് സെറ്റിംഗ്സ് ആണ് എല്ലാ ഫോണിലും ഉള്ളതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഹാൻഡ് മോഡ് സ്വൈപ്പ് ഇൻ സ്വൈപ്പ് ഔട്ട്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഇൻ സ്വൈപ്പ് ഔട്ട്. കാണിച്ചാൽ സ്വൈപ്പ് ഉള്ളിട്ട് ഇങ്ങനെ നമ്മൾ ഈ സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് സ്വൈപ്പ് ഇൻ സ്വൈപ്പ് ഔട്ട്, സ്വൈപ്പ് ഇൻ സ്വൈപ്പ് ഔട്ട്. അത് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് പിന്നെ ഇതിൻ്റെ 1 ഹാൻഡ് മോഡിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ 1 ഹാൻഡ് മോഡ്. നെക്സ്റ്റ് നമ്മുടെ വോയിസ് ഐസൊലേഷൻ. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഒരു കോളിൽ അല്ലെങ്കിൽ വോയിസ് കോളിൽ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ
ആയിക്കോട്ടെ. ആൻഡ് സെയിം സമയത്ത് നിങ്ങളുടെ മീൻസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നന്നായിട്ടുണ്ട്, ക്രൗഡിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ സമയത്ത് ഇത് ഓൺ ആണെങ്കിൽ ഫോണിനും മീറ്റിനുമാണ് സപ്പോർട്ട് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ വോയിസിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. ബാക്കി ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കുറച്ചും കൂടെ ഒരു ANC പോലെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ വോയിസ് എക്സ്ട്രാക്ഷൻ. പിന്നെ നമ്മുടെ നോർമൽ ഫേസ് ബ്യൂട്ടി ഫോർ വീഡിയോ കോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കണം. പിന്നെ അത് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻസ്, ഇൻകമിങ് കോൾസ് വരുന്ന സമയത്ത് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻസ് വേണ്ടോ എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ അമംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ദാറ്റ്സ് ദ ഡൈനാമിക് ലൈറ്റ്. ദാറ്റ് മീൻസ് ഈ ബാക്കിലുള്ള ലൈറ്റാണ് നമ്മൾ ഡൈനാമിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് അത് ടേൺ ഓൺ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റത്തെ ഇൻകമിങ് കോൾസിന് വേണം ഇപ്പോൾ. സോ നമുക്ക് ഇൻകമിങ് കോൾസിന് ഏത് കളർ വേണം സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതേ നമുക്ക് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പച്ച കളർ വേണമെങ്കിൽ ഇതേ പച്ച ഇടാം. ഉണ്ടോ പച്ച? ഓക്കെ, ഇനി അത് വേണ്ട. ഇൻകമിങ് കോളിനൊരു കളറ്, നോട്ടിഫിക്കേഷൻസ് വേറെ കളർ, ഈ ഒരു കളറ്. ഇനി അത് മാത്രമല്ല മ്യൂസിക്കിന് വേറെ കളർ, ദാറ്റ് മീൻസ് വേറെ ഒരു ടൈപ്പ് ഓഫ് എഫക്റ്റ് കൊടുക്കാം. ഇത് കണ്ടോ, മൾട്ടി കളർ, ഡുവൽ കളർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഇത് ഓണായിട്ടിരിക്കണം. ഇത് ജസ്റ്റ് ഇത് അറ്റ്മോസ്ഫിയറിക് ലൈറ്റ് എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഓണായിരിക്കും കേട്ടോ. എപ്പോഴും ചെറിയൊരു ഗ്ലോയിങ് എഫക്റ്റ് പോലെ എപ്പോഴും ഉണ്ടാവും. സോ ആൻഡ് അതിൻ്റെ സ്റ്റൈൽസൊക്കെ മാറ്റാൻ പറ്റും, പൾസിങ്, ബ്രീത്തിങ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നത്തിങ്ങിൻ്റെ ഗ്ലിഫ് ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സോർട്ട് ഓഫ് കസ്റ്റമൈസേഷൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് രീതിയിലാണ് നമ്മളിത് വന്നിരിക്കുന്നത്. സോ ഇതേ ഫ്ലോയിങ് ഓരോ രീതിയിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ എന്താണ് ഫാസ്റ്റ് വേണോ സ്ലോ വേണോ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ മൊത്തം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിന് ബ്രൈറ്റ്നസ് മാക്സിമം കൂട്ടി വയ്ക്കാനുള്ള ഓപ്ഷൻ, കുറച്ച് വയ്ക്കാനുള്ള ഓപ്ഷൻ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ജസ്റ്റ് iQ13 ക്യാമറയെ കുറിച്ച് ജസ്റ്റ് ക്വിക്കായിട്ട് നോക്കിയാലോ. സോ സ്റ്റാർട്ടിങ് ഓഫ് നമുക്കിത് സ്നാപ്ഷോട്ട് എന്നൊരു മോഡുണ്ട്. നമുക്കത് 1x-ലും 2x, ദാറ്റ് മീൻസ് നമ്മുടെ 23mm 50mm ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് അതിന് തന്നെ ലൈവ് ഫോട്ടോയുടെ ഒരു മോഡും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് നൈറ്റ് മോഡുണ്ട്. പിന്നെ ഈ സ്നാപ്ഷോട്ടിൽ തന്നെ നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റ് മോഡ് അത് 0.6, 1x, 2x, 4x ആൻഡ് ഓൾ ദ അപ് ടു 30x വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇവിടെ AR പ്ലാനറ്റേറിയം, ആസ്ട്രോ ഡിഫോൾട്ട്, സൂപ്പർ മൂൺ മോഡ്, ലോങ് എക്സ്പോഷർ, പാനോറമിക് നൈറ്റ്, അങ്ങനത്തെ ലോട്ട് ഓഫ് ഓപ്ഷൻസ് അവിടെ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ് അതിനകത്ത് 24mm, 35mm, 50mm, 100mm ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, കൂട്ടാൻ കുറയ്ക്കാനുള്ള ഇൻറ്റൻസിറ്റി. പിന്നെ അത് 3 സ്റ്റൈൽസ്, നാച്ചുറൽ, റോട്ടറി ഫോക്കസ്, ബബിൾസ്, അങ്ങനത്തെ കുറച്ച് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ വിവോ X200 ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റൈൽസ് വളരെ കുറവാണ്. അതിനകത്ത് നല്ല പ്രീമിയം കുറച്ച് കിഡ്ക്കാച്ചി മോഡുണ്ട് ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ സ്റ്റൈൽസ് ഒക്കെ അതിലുണ്ട് കേട്ടോ. സ്റ്റൈൽസ്, നോർമൽ സ്റ്റൈൽസ് ആൻഡ് ഫേസ് റീടച്ചിങ് ഓപ്ഷൻസ്, നാച്ചുറൽ, സ്മൂത്ത്, സ്കിൻ ടോൺ, ഫ്രോണ്ടൽ എക്സ്പ്രഷൻ, പ്രൊഫൈല്, ഫേഷ്യൽ ഫീച്ചേഴ്സ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോയ്ക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ട്രീറ്റ് മോഡിട്ട് വരും. അണ്ട് ഇവിടെ കുറേ ഓപ്ഷൻ, മീൻസ് പ്രോ ഫോട്ടോഗ്രാഫി തന്നെയാണ് ഞാൻ പറയുള്ളൂ. അണ്ട് ഇവിടെ തന്നെ നമുക്കിത് വാട്ട് യു കോൾ 24mm, 28mm, 35mm, 50mm, 100mm ഇതിനകത്ത് എടുക്കാനുള്ള ഓപ്ഷൻസ്. പിന്നെ അത് മാത്രമല്ല നമുക്കിത് ഇവിടെ എക്സ്പോഷർ, വൈറ്റ് ബാലൻസ്, അപ്പർച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇത് ഏത് ടൈപ്പുള്ള മോഡ് പ്രീസെറ്റ് വേണം. പിന്നെ നമുക്കിത് ഇവിടെ കുറച്ച് ബൊക്കെ ഫ്ലെയറിൻ്റെ എഫക്ട്സ് ചെയ്ത് വേണം, വാട്ടർ മാർക്കിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഹൈപ്പർ ഫോക്കൽ ഡിസ്റ്റൻസിൻ്റെ ഓപ്ഷൻ. ആൻഡ് ദെൻ നമ്മുടെ വാട്ട് യു കോൾ സ്പോട്ട് സെൻറ്റേഡ് മീറ്റർ എന്ന് തോന്നുന്നു, സ്പോട്ട് മീറ്ററിങ്, യെസ്, സ്പോട്ട് മീറ്ററിങ് ഓപ്ഷൻസ്. പിന്നെ അത് കളറിൻ്റെ ടെക്സ്റ്റേർഡ് വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, വിവിഡ് വേണോ, നാച്ചുറൽ കളർ ടോൺസ് വേണോ. സോ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഔട്ട് ദേ. സോ അതാണ് നമ്മുടെ ഫോട്ടോ. ആൻഡ് ഫോട്ടോയ്ക്കകത്ത് നമുക്ക് 0.6x, ദാറ്റ് മീൻസ് 15mm, 1x 23mm, 2x 50mm, 4x 100mm ആൻഡ് ഓൾ ദ അപ് ടു 30x വരെ പോകാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ സൂപ്പർ മാക്രോ മോഡൊക്കെ കിഡിലാണ്, അധികം കാണിച്ചു തരാൻ സാമ്പിൾസൊക്കെ ലേറ്റർ ഓൺ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ വീഡിയോഗ്രഫിക്കകത്ത് ലെറ്റ് മീ ടേൺ ഓഫ് ദ ഫ്ലാഷ്. വീഡിയോഗ്രഫി നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിയൽമി. ഇതിനകത്തുണ്ടല്ലോ 4K at 60 FPS രണ്ടും ഞാൻ ഇടാം. 4K at 60 FPS. ഓക്കെ, സോ രണ്ടും 4K at 60 FPS ഉണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഓണാക്കി കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഓണാക്കി കഴിഞ്ഞാൽ 4K at 60 FPS ന്ന് 1080p at 60 FPS കിട്ടുന്നു. പക്ഷേ നമ്മുടെ റിയൽമി GT7 Pro സ്റ്റിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയാൽ പോലും 4K at 60 FPS നിൽക്കുന്നു, വിച്ച് ഇസ് എ റിയലി നൈസ് തിങ്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദർ, ഈ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് വിത്ത് HDR കണ്ടോ, 4K at 60 FPS HDR വീഡിയോ ഡോൾബി വിഷൻ റെക്കോർഡിങ് വിത്ത് സ്റ്റെബിലൈസേഷൻ. വാവ്,
സ്റ്റണ്ണിങ്. ഓക്കെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ലേറ്റർ ഇങ്ങനെ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിലാണ് കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ ഇവന്നെ ദാറ്റ് മീൻസ് നമ്മുടെ iQ13 4K 60 FPS റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷേ വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ ആണ്. വേഴ്സസ് നമുക്ക് ഇവന് 1080p അറ്റ് 60 FPS ഉള്ളൂ നമ്മുടെ റിയൽമി GT7 Pro. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലും നമ്മുടെ റിയൽമി GT7 Proയ്ക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സ്റ്റെബിലൈസേഷൻ ഇടുമ്പോൾ 1080p അറ്റ് 60 നേരെ 1080p അറ്റ് 30 FPS ഇട്ട് മാറിപ്പോകും. ബട്ട് സ്റ്റിൽ ഫ്രണ്ട് ക്യാമറയിൽ വരെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ റിയൽമി GT7 Proയുടെ അഡ്വാൻറ്റേജസ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്തായാലും ഇതിനകത്ത് കൂടുതലും കുറച്ച് IQ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ മോറിനകത്ത് ബിഫോർ ദാറ്റ് വീഡിയോയ്ക്കകത്ത് നമ്മുടെ പോർട്രേറ്റ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ബൊക്കെ എഫക്റ്റ് കൂട്ടാനും കുറയ്ക്കാണ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ ഓപ്ഷൻസ്, ഫിൽറ്റേഴ്സ്, ദറ്റ് മീൻസ് ഫിൽറ്റേഴ്സ് നമ്മുടെ മൂവി LUTസും നോർമൽ ഫിൽറ്റേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം കണ്ടോ കളർ ഗ്രേഡിംഗ് ഒക്കെ മാറി അതനുസരിച്ച് വാവ് കുറച്ച് സ്റ്റണ്ണിങ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള പറ്റും. ഓക്കെ, ഹൈ റെസൊല്യൂഷൻ പോലും 0.6 15mm, 1x 23mm, 2x 50mm ഉണ്ടോ. ഇത്രയും ഹൈ റെസൊല്യൂഷൻ മോഡിൽ തന്നെ ദാറ്റ് മീൻസ് 50 MB ഡെഡിക്കേറ്റഡ് മോഡിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പനോരമിക് അൾട്രാ HD ഡോക്യുമെൻ്റ് ഒക്കെ നല്ല പക്ക ക്രിസ്പായിട്ട് എടുക്കാനുള്ള. പിന്നെ സ്ലോ മോഷൻ ടൈം ലാപ്സ്, അതായത് ഹൈപ്പർ ലാപ്സ്, പിന്നെ ലോങ് എക്സ്പോഷർ ആയിട്ട് ഫോട്ടോസ് എടുത്ത് ദാറ്റ് മീൻസ് ട്രാഫിക്കോ അങ്ങനെ എന്തെങ്കിലും മീൻസ് അല്ലെങ്കിൽ ഈ മൂവിങ് ക്ലൗഡ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് അങ്ങനെ എടുക്കാനുള്ള. പിന്നെ സൂപ്പർ മൂൺ മോഡ്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ടിൽ ഷിഫ്റ്റ് ഓപ്ഷൻസ് ദാറ്റ് മീൻസ് ഒരു സ്പെസിഫിക് പോർഷൻ മാത്രം കളർ ബാക്കിയുള്ളതും ഇല്ലാത്ത രീതിയിൽ. പിന്നെ പ്രോ മോഡ് ദാറ്റ് മീൻസ് അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് എല്ലാം മാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ ഫിഷ് ഐ മോഡ്, ലൈവ് ഫോട്ടോ, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ വരുന്നത്. ആൻഡ് ഫോട്ടോയിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ Xiaomi 14 നമ്മൾ കണ്ട കാര്യമാണ് ഈ വിവിഡായിട്ടും എടുക്കാം നാച്ചുറലായിട്ടും എടുക്കാം. അതേപോലത്തെ ഒരു ഓപ്ഷൻ ഇതിനും വന്നിട്ടുണ്ട് കണ്ടോ. യു ക്യാൻ സി വിവിഡ്, ടെക്സ്റ്റേഡ്, നാച്ചുറൽ. സോ നിങ്ങൾക്ക് സാച്ചുറേറ്റഡ് ആണ് വേണ്ടെങ്കിൽ ഡയറക്റ്റ് വിവിഡ് എടുക്കാം. നാച്ചുറൽ ടോൺസ് ആണെങ്കിൽ ഒബ്വിയസ്ലി നാച്ചുറൽ എടുക്കാം. ഇനി അല്ല ടെക്സ്റ്റേഡ് ആണ് വേണ്ടി അതേ രീതിയിൽ എടുക്കാം. സോ നല്ല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ അവിടെ വരുന്നുണ്ട്. നമ്മുടെ ക്യാമറ സെറ്റിങ്സ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ഫോൺ അൺലോക്ക് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. സോ യു ക്യാൻ സി 3, 2, 1 ആൻഡ് ഉണ്ടോ വൺസ് അഗൈൻ 3, 2, 1 ആൻഡ് ഓക്കെ ഉണ്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടും ഹൈപ്പർ ഫാസ്റ്റായിട്ട് അതെങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫേസ് റെക്കഗ്നേഷൻ ഫസ്റ്റ് സെറ്റ് ചെയ്യുക. അത് ജസ്റ്റ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്കകത്ത് പോവുക, ഡിവൈസ് അൺലോക്കിംഗ് പോവുക, ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ യു നീഡ് ടു ഡു. അപ്പോൾ ഫേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റേ ഓൺ ലോക്ക് സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ്. ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്തേക്കാണ് കണ്ടോ. അൺലോക്ക് ആയി കേട്ടോ, ഫേസ് റെക്കഗ്നിഷൻ സക്സസ് ആയി. പക്ഷേ സ്വൈപ്പ് ചെയ്യണം ഹോം സ്ക്രീനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നിഷൻ ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ഫേസ് റെക്കഗ്നിഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് നേരെ ഹോം സ്ക്രീൻ പോയിക്കോളും കേട്ടോ. അതാണ് നമ്മുടെ അത് ജസ്റ്റ് എനേബിൾ ചെയ്യുക. പിന്നെ തൊട്ട് മേളിൽ നമ്മുടെ ഫിംഗർ പ്രിൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ സ്റ്റൈൽസ് അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് ഡൈനാമിക് എഫക്ട്സിന് അദ്ദേഹം കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഐക്കൺസ് ഇത് വേണം, ഇതൊക്കെ നമ്മുടെ വേറെ ഓപ്ഷൻസ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. ആനിമേഷൻ സ്റ്റൈൽസ് അൺലോക്ക് ചെയ്യുമ്പോൾ ആനിമേഷൻ ഇപ്പോൾ കണ്ടോ എടുക്കാത്തൊരു ഫിംഗർ വയ്ക്കാം. ഓക്കെ കണ്ടോ, ഈ ആനിമേഷൻ മാറ്റിയിട്ട് വേറെ ആനിമേഷനൊക്കെ വെക്കണമെങ്കിൽ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ആപ്പ് എൻക്രിപ്ഷൻ, അതായത് നമ്മൾ ആപ്പ് ലോഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ നമ്മുടെ ഓക്കെ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഏത് ആപ്പാണോ ലോക്ക് ചെയ്യുന്നത്, സോ ഞാൻ ആൽബംസ് ലോക്ക് ചെയ്തു. ആൻഡ് നൗ യു ക്യാൻ സി ആൽബംസ് ലോക്ക്ഡാണ്. എന്തെങ്കിലും എൻ്റെ ഫിംഗർ യൂസ് ചെയ്യുക അപ്പോൾ അൺലോക്ക് ആവും. ആൻഡ് വെരി നെക്സ്റ്റ് ടൈം ഞാൻ ആൽബംസിൽ തൊടുമ്പോൾ നോർമൽ കേസിൽ ആൽബംസ് ഓപ്പൺ ആയിരിക്കും. സോ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ ലോക്ക്ഡ് ആപ്പ് എപ്പോഴൊക്കെ തൊടുന്നു അപ്പോൾ ഒക്കെ ഈ ആപ്പ് ലോക്കായിട്ട് തന്നെ ഇരിക്കണേ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആപ്പ് എൻക്രിപ്ഷനകത്ത് വരിക. എന്നിട്ട് ആപ്പ് ലോക്ക് ടൈം ഉണ്ടല്ലോ, ബൈ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുക ആഫ്റ്റർ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ആയിരിക്കും. അത് മാറ്റിയിട്ട് ആഫ്റ്റർ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ദ ആപ്പ് ഈസ് ക്ലോസ്ഡ്. ദാറ്റ് മീൻസ് എപ്പോൾ നിങ്ങൾ എക്സിറ്റ് ആണോ അപ്പോൾ ഒക്കെ ലോക്ക് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ അതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് ആപ്പ് ഹൈഡിങ്. സോ ഞാനിപ്പോൾ ഹൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയും BGMI ആണ് ഹൈഡ് ചെയ്യാൻ പോണേ. ആൻഡ് നൗ യു ക്യാൻ സി കോൾ ഓഫ് ഡ്യൂട്ടിയും BGMI എങ്ങുമില്ല. ക്വിക്കായിട്ട് ആക്സസ് ചെയ്യട്ടെ. ജസ്റ്റ് കോൾ ഓഫ് ഡ്യൂട്ടി BGMI ഭയങ്കര ഈസി ആക്സസ് എങ്ങും കോൾ ഓഫ് ഡ്യൂട്ടി ഇല്ല, ഗെയിമിംഗ് ഒന്നും കളിക്കുന്നില്ല ഞാൻ. ബട്ട് സി യു ക്യാൻ ആക്സസ്. ഇതെങ്ങനെ സംബന്ധിച്ചാൽ സ്വൈപ്പ് വിത്ത് 2 ഫിംഗേഴ്സ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹിഡൻ ആപ്സിൻ്റെ സെക്ഷൻ ഇട്ട് പോകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി ആപ്പ് ഹൈഡിങ്ങിൽ പോവുക, സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്വൈപ്പ് അപ്പ് വിത്ത് 2 ഫിംഗേഴ്സ് ഓൺ ദ ഹോം സ്ക്രീൻ. ആ ഓപ്ഷൻ അങ്ങ് ഓൺ ആക്കിയിടുക. എന്നാലാണ് ഈ സംഭവം ദാറ്റ് മീൻസ് ഹോം സ്ക്രീനിൽ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആപ്പ് ഇട്ട് പോകുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഒരു സംഭവം ഉണ്ട്, ദാറ്റ് മീൻസ് നമ്മുടെ ആപ്സിനകത്ത് ആപ്പുകളുണ്ട്. ദാറ്റ് മീൻസ് 2 ഫേസ്ബുക്ക്, 2 ലിങ്ക്ഡിൻ, 2 വാട്സപ്പ്, സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ യൂസ് ചെയ്യുന്നവർ ഇതിനകത്ത് ജസ്റ്റ് പോയി എനേബിൾ ചെയ്ത് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് രണ്ടാമത്തെ ആപ്പ് ഡെവലപ്പ് ആവും. സോ കണ്ടോ യു ക്യാൻ സി ഇപ്പോൾ 2 ഫേസ്ബുക്ക്സ് ഉണ്ടാവും, 2 വാട്സപ്പ് ഉണ്ടാവും. കണ്ടോ യു ക്യാൻ സി Facebook 1, Facebook 2
കണ്ടോ ഏതൊക്കെ ആപ്പ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് 1, നെറ്റ്ഫ്ലിക്സ് 2, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ ആപ്പ് ക്ലോൺ. ഇതാണ് നമ്മുടെ iQOO13 ഡിസ്പ്ലേ. ആൻഡ് യു ക്യാൻ സീ സ്റ്റണ്ണിങ് ഡിസ്പ്ലേ ആണ്. നല്ല കളേഴ്സ്, നല്ല സജഷന്, സ്കൈ ടോൺസ്, HDR ബാലൻസ്, വിവിഡ്നെസ് എല്ലാം പക്ക, ഒന്നും പറയാനില്ല. ദാറ്റ് മീൻസ് നമ്മുടെ 2K ഡിസ്പ്ലേ ഉണ്ട് തന്നെ. ഓക്കെ, യു ക്യാൻ സീ ദ കളേഴ്സ് എവറിത്തിങ്. സോ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇതിൻ്റെ സ്പെക്സ് പറയുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇട്ട് ഞാൻ പോവാം. യു ക്യാൻ സീ, ജസ്റ്റ് ഗോ ബാക്ക്. സോ ഫസ്റ്റ് ജസ്റ്റ് സെറ്റിങ്സിൽ പോവാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട് കേട്ടോ ഇതിനകത്ത്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ്, പിന്നെ നമുക്ക് കസ്റ്റം ബ്രൈറ്റ്നസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സി. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ മോഡ്. ഐ പ്രൊട്ടക്ഷൻ്റെ ഉള്ളിൽ തന്നെ PWM ഡിമ്മിങ് ഒക്കെ ഉണ്ട് കേട്ടോ. PWM ഡിമ്മിങ്ങിൻ്റെ ഓപ്ഷൻ, ആൻറ്റി ഫെറ്റീഗ് ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷൻ, പിന്നെ അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻ. സോ ഐ കംഫർട്ടിൻ്റെ കാര്യം കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡാർക്ക് തീം, ദാറ്റ് മീൻസ് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാൻ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ, പിന്നെ ബേസിക് സെറ്റ് ഓഫ് 3 ഫംഗ്ഷൻസ്, ഫോൺ സ്റ്റൈല് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്, അവിടെ ക്ലാസിക് ഫോണ്ട് തരാം, പിന്നെ കുറേ വേറെ വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്, ഫോണിൻ്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് സ്ക്രീൻ കളേഴ്സ് ബൈ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡിലായിരിക്കും. പക്ഷേ ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടണമെങ്കിൽ ഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ഇടുക. നല്ല പഞ്ചി ഹെവി സാച്ചുറേറ്റഡ് കളേഴ്സ് നമുക്കിവിടെ കിട്ടും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, സ്ക്രീൻ കളേഴ്സ്. നെക്സ്റ്റ് ഡീഫോൾട്ടായിട്ട് കിടക്കുക പവർ സേവ്. ദാറ്റ് മീൻസ് ഏറ്റവും കുറഞ്ഞ റെസൊല്യൂഷനിലായിരിക്കും കിടക്കുക. ആൻഡ് മാക്സിമം നിങ്ങൾക്ക് QHDയിൽ തന്നെ 2K തന്നെ കാണണമെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സ്വിച്ച് ചെയ്യുക. അപ്പം മാക്സിമം റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് സ്മാർട്ട് സ്വിച്ചിലാണ് റീഫ്രഷ് റേറ്റ് കിടക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മൊമെൻറ്റിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുക, ദാറ്റ് മീൻസ് ഒരു 120 അല്ലെങ്കിൽ 144 പോലൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോഴ്സ്ഫുള്ളി ഹൈലിടുക. അപ്പോൾ ഫുൾ ടൈം 144 ഹെർട്സിൽ തന്നെ കിടന്നോളും. ഇനി ചില കേസസിൽ ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്സ് വെച്ച് ഒരു 1 hour 2 hour ട്രാവലൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ മാപ്സ് 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്മാർട്ട് സ്വിച്ചിലായത് കാരണം അത് പക്കയായിട്ട് 1 ഹെർട്സിൽ നിൽക്കും. പക്ഷേ ഇൻ സം ആപ്സ് ലൈക്ക് ദാറ്റ് മീൻസ് സ്ക്രോൾ ചെയ്യണം, പക്ഷേ അത് 144 ഹെർട്സ് റീഫ്രഷ് റേറ്റിനൊന്നും ആവശ്യമില്ലാത്ത സിനാരിയോസ് ആണെങ്കിൽ ആപ്സ് റണ്ണിങ് അറ്റ് ഹൈ റീഫ്രഷ് റേറ്റിന് ഓപ്ഷൻ എടുക്കുക. ഏതൊക്കെ ആപ്സ് വേണം 144 ഹെർട്സിൽ പോകണമെങ്കിൽ ആ ആപ്സ് മാത്രം സെലക്ട് ചെയ്യുക, അല്ലാത്ത ആപ്സൊക്കെ ഡിസേബിൾ ചെയ്യുക. സോ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. 60 ഹെർട്സ് വേണമെങ്കിൽ വേണ്ട ആപ്സ് അതൊക്കെ ഓഫ് ചെയ്തിടുക. 120 അല്ലെങ്കിൽ 144 ഹെർട്സ് വേണ്ട ആപ്സ് മാത്രം സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് അപ്പോൺ യു. ആൻഡ് ഞാൻ ഇതേ സ്മാർട്ട് സ്വിച്ചിൽ തന്നെ ഇടുവാണ്. ആൻഡ് 60 വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതേ സ്റ്റാൻഡേർഡ് ചെയ്ത് കൊണ്ടിടാം, 60 ഹെർട്സിൽ റൺ ചെയ്യും. ഇനി കുറേ അടിപൊളി ഓപ്ഷൻസ് ഉണ്ട്. വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഓപ്ഷൻ, ദാറ്റ് മീൻസ് കളറിൻ്റെ സാച്ചുറേഷൻ കൂട്ടുക, അതേപോലെ തന്നെ കുറച്ചും കൂടെ വിവിഡ്നെസ് ആക്കി കാണിക്കുക, കുറച്ചും കൂടെ ബാറ്ററി കുറച്ചും കൂടെ കൂടുതൽ കൺസ്യൂം ചെയ്തിട്ട് പക്ഷേ സ്റ്റിൽ നല്ല പഞ്ചി ആയിട്ടുള്ള ഔട്ട് കിട്ടും. ആൻഡ് നെക്സ്റ്റ് MEMCയും സൂപ്പർ റെസൊല്യൂഷൻ. MEMC മീൻസ് നമ്മുടെ ഈ ഹൈ എൻഡ് TVസിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സ്കേറ്റിങ്ങിൻ്റെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സംഭവം, അതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഈ ഫ്രെയിംസിൻ്റെ ഇടയ്ക്ക് കുറച്ച് AI വെച്ചിട്ട് കുറച്ച് എക്സ്ട്രാ കുറച്ച് ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ചും കൂടെ സ്മൂത്തറാക്കുക. ദാറ്റ് മീൻസ് ആ ഒരു ഡ്രിഫ്റ്റിംഗ് കുറച്ചും കൂടെ നൈസാക്കുക, അല്ലെങ്കിൽ ആ സ്കേറ്റിംഗ് കുറച്ചും കൂടെ അടിപൊളിയാക്കുക. ദാറ്റ് മീൻസ് എക്സ്ട്രാ കുറച്ച് ഫ്രെയിംസ് ആഡ് ചെയ്ത് കുറച്ചും കൂടെ സ്മൂത്തറാക്കുക എൻ്റെ ആ ഒരു വീഡിയോ. അതാണ് MEMC എസെൻഷ്യലി ചെയ്യുക. പിന്നെ സൂപ്പർ റെസൊല്യൂഷൻ, കുറച്ച് ഡൗൺ സ്കെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ കുറച്ച് റെസൊല്യൂഷൻ കൂട്ടിയുടെ സഹായത്തോടെ കുറച്ച് റെസൊല്യൂഷൻ കൂട്ടി കുറച്ച് അപ്പ് സ്കെയിൽ ചെയ്ത് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണിച്ചു തരും. അതാണ് ഇത് രണ്ട് ഓപ്ഷനും, MEMCയും സൂപ്പർ റെസൊല്യൂഷനും. അത്രയാണ് നമുക്കുള്ളത്. ഓക്കെ, അതാണ് ബേസിക്. പിന്നെ ബാക്കി ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സാണ്. പിന്നെ ഇത് സ്റ്റാറ്റസ് ബാറിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്കിത് എപ്പോഴും എത്രയാണ് ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് കാണണമെങ്കിൽ ഇത് ഷോ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് ഓൺ ആക്കുക. അതുകൊണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ അത് കാണിക്കത്തില്ല. പിന്നെ ബാറ്ററി സ്റ്റൈൽ ആൻഡ് പെർസെൻറ്റേജ് ഒക്കെ ബേസിക് ആട്ടോ. ജസ്റ്റ് ഇത് ഹൊറിസോണ്ടലാക്കാം, സർക്കിളാക്കാം. ഇനി ഇതേ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഡി നോട്ട് ഡിസ്പ്ലേ കൊടുക്കാം. ഇനി കാണിക്കണമെങ്കിൽ ഇൻസൈഡ് കൊടുക്കാണ്ടത്. ഇപ്പോൾ കറക്റ്റായിട്ട് നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. 60% ഇൻസൈഡ് ദ ബാറ്ററി ബാർ. സോ ഒട്ടും എക്സ്ട്രാ സ്ഥലമൊന്നും യൂസ് ചെയ്യാണ്ട് പക്കയായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് ലൊക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഹാപ്റ്റിക് മോട്ടർ കിഡിലോസ്കി. ഐ വുഡ് സേ പ്രീമിയം ഫോൺസിൻ്റെ ഒരു ഹാപ്റ്റിക്സ് എനിക്കിവിടെ കിട്ടി. വിത്ത് ഗോഡ് സ്റ്റേസ് നമ്മൾ ഐഫോൺസിൻ്റെ കൂടിയ മോഡലും സാംസങ്ങിൻ്റെ കൂടുതൽ മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കാൻ പറ്റിയൊരു ഹാപ്റ്റിക് മോട്ടർ എനിക്ക് നമ്മുടെ ഇതിനകത്ത് തോന്നി. എസ്പെഷ്യലി ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലിങ്ങനെ ടിക് 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 എന്ന് അത്രയ്ക്ക് തട്ടണ ഒരു അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുള്ള സാധനം. നോർമലി വൈബ്രേഷൻ മോട്ടർ അല്ല, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ഷവോമിയൊക്കെ പണ്ട് കൊണ്ടുവന്ന അന്നത്തെ ഇടയ്ക്ക് എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ എന്ന സാധനമുണ്ട് ഷവോമി ഇംപ്ലിമെൻറ്റ് ചെയ്ത് പണ്ടത്തെ ഒരു 30K സെഗ്മെൻറ്റ്. അത് അന്ന് നല്ല സംഭവമാണ്. അതേപോലത്തെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഈ ഒരു സാധനം ഇതിനകത്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി സോ ടച്ച് വൈബ്രേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഒന്നെങ്കിൽ ഹൈ ഇടുക, അല്ലെങ്കിൽ മീഡിയം ഇട്ട് തന്നെ യൂസ് ചെയ്യുക. ഡിസേബിൾ കൊടുക്കൽ കേട്ടോ. നല്ല അടിപൊളി മോട്ടറാണ്. നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഡിസേബിൾ കൊടുക്കാം കേട്ടോ. ഇനി ലോയും
കൊടുക്കാം. ലോയിൽ വരെ ഒരു എന്താ പറയുക, ആ ഒരു സ്മൂത്ത് ഹാപ്റ്റിക്കിൻ്റെ അതിങ്ങനെ അങ്ങനത്തെ ഒരു സാധനം നമുക്കവിടെ കിട്ടുന്നുണ്ട്. വെരി നൈസ്, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ആൻഡ് ബാക്കിയൊക്കെ ഉള്ളത് ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സാണ്. ആൻഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളത് സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സിനകത്ത്. അതിനകത്ത് ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് എനേബിൾ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ലിസണിങ് എക്സ്പീരിയൻസ് കസ്റ്റമൈസേഷൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇയർഫോൺ അഡാപ്റ്റേഷൻ, ഇയർ കസ്റ്റമൈസേഷൻ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ സൂപ്പർ ഓഡിയോയുടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് മൂവി കാണുന്ന സമയത്ത് കസ്റ്റമൈസ് ചെയ്യാം. ഗെയിംസ്, മ്യൂസിക്, അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എനിവേസ് ഞാൻ ക്വിക്കായിട്ടൊരു ഓഡിയോ പ്ലേ ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ പ്ലേ. Okay. ഓക്കെ, സോ ഓഡിയോ എക്സ്പീരിയൻസും അടിപൊളിയാണ്. ഇനി നമ്മുടെ ഫുൾ കസ്റ്റമൈസേഷൻ്റെ സെക്ഷനാണ്. സോ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക ആൻഡ് യു ക്യാൻ സീ നമ്മുടെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ. സോ യു ക്യാൻ സീ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ അവിടെ ഉണ്ട്. അവിടെ നമുക്ക് വാൾപേപ്പർ, ഈവൻ വാൾപേപ്പർ വരെ പറയേണ്ട കാര്യമുണ്ട്. കാരണം നല്ല കിഡിലൻ പ്രീമിയം, നല്ല സ്മൂത്ത് ദേ കേട്ടോ. വാൾപേപ്പർ വരെ പറയേണ്ട ആവശ്യമുണ്ട്. അമ്മാതിരി സാധനങ്ങളാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഐഫോൺസിന് അല്ലെങ്കിൽ ഷവോമിയുടെ ഒക്കെ. എൻ്റെ മോനെ നൈസ് സാധനം കേട്ടോ. ഓക്കേ, കൂൾ 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 കൂൾ. ഓക്കെ, വാൾപേപ്പർ വരെ പറയേണ്ട അവസ്ഥ എത്തിച്ചു. ഐക്യു റിയലി നൈസ്. ഓക്കെ കണ്ടോ, നല്ല കിഡിലൻ സാധനം കണ്ടോ. ഇനി ഇഷ്ടം പോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കുറേ ഉണ്ട് കേട്ടോ. ഓക്കേ, ഇത് കൊള്ളാം. കണ്ടോ, ഇത്ര ഓപ്ഷൻസ് ഉണ്ട് വാൾപേപ്പേഴ്സിനകത്തൊക്കെ. കനക്റ്റീവ് വാൾപേപ്പേഴ്സ്, പിന്നെ ഇത് ലൈവ് വാൾപേപ്പേഴ്സ് വേറെ സാധനം. ആ BMW ലോഗോയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, കൂൾ കൂൾ. പിന്നെ നമ്മുടെ സ്റ്റാറ്റിക് വാൾപേപ്പേഴ്സ്, അത് ഞാൻ അധികം പറയുന്നില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്യണം. എനിവേസ് ഐ ഡു ലവ് ദ കനക്റ്റീവ് വാൾപേപ്പേഴ്സ് ആസ് വെൽ ആസ് ലൈവ് വാൾപേപ്പേഴ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് തീംസ്. തീംസും കുറേ ഉണ്ട് കേട്ടോ. അതിന് ഇഷ്ടംപോലെ ഡൗൺലോഡ്, ഇനിയും കൂടുതൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ. ഡൗൺലോഡ് മോറിനകത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തീംസ്, അവരുടെ സ്റ്റോറി എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓക്കെ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇഷ്ടം പോലെ സ്റ്റൈൽസ്, ഇഷ്ടം പോലെ കണ്ടോ. അതിനകത്ത് നിന്ന് ഇങ്ങനത്തെ കുറേ പ്രീമിയം സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ്. ഓക്കെ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഓക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് സിഗ്നേച്ചർ. സോ നമുക്ക് അതിനൊരു ടെക്സ്റ്റ് എഴുതിയിട്ട് കണ്ടോ, യു ക്യാൻ സി നമുക്ക് അതിനൊരു ടെക്സ്റ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇത്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് ഏതാണോ ടെക്സ്റ്റ് വേണ്ടത് ഗോഡീസിലെ ഞാൻ കൊടുത്തു. ഓക്കെ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇതേ കളർ മാറ്റാം. അത് കണ്ടോ, ഇപ്പോൾ കണ്ടോ കളർ മാറ്റി. ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് അപ്ലൈ കൊടുത്തു. കണ്ടോ, അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഡിസ്പ്ലേ മോഡ് എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. ടാപ്പ് സ്ക്രീൻ അല്ലെങ്കിൽ റേസ് ടു ഡിസ്പ്ലേ. ദാറ്റ് മീൻസ് ഈ സ്ക്രീനിലൊന്ന് തൊടുക അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ എടുക്കുക. ആ സമയത്ത് മാത്രം. ഇപ്പോൾ തന്നെ എന്തോ ഓഫായി പോട്ടെ കേട്ടോ. വെയിറ്റ് കണ്ടോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീനിലൊന്ന് തൊട്ടു, അപ്പോൾ അതേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നു. നെക്സ്റ്റ് രണ്ടാമത്തത് മൂവ് ദ ഫോൺ സ്ലൈറ്റ്ലി ടു ഡിസ്പ്ലേ. സോ ദാറ്റ് മീൻസ് ഞാൻ എന്തേ ലോക്ക് ചെയ്തു. ഗോഡീസ് ലവ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോട്ടെ കേട്ടോ. ഒരു സെക്കൻഡ്, ഈ ഫോൺ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യണം. ജസ്റ്റ് കേട്ടോ, അപ്പോൾ വന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഏതൊക്കെ രീതിയിൽ വേണം. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ഡിസ്പ്ലേ. ഇന്ന സമയം നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയം മുതൽ രാവിലെ എണീക്കാൻ വന്ന സമയം വരെ നൈറ്റിനകത്ത് കിടക്കുക ടൈം നോക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളത് ഷെഡ്യൂൾഡ് ഡിസ്പ്ലേ. ആൻഡ് ഡിസ്പ്ലേ ഓൾ ഡേ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ട്. സോ ആൻഡ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവമുണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫോർ ന്യൂ നോട്ടിഫിക്കേഷൻ. മീൻസ് എപ്പോഴൊക്കെ ന്യൂ നോട്ടിഫിക്കേഷൻ വരുന്ന അപ്പോൾ ഒക്കെ ഡിസ്പ്ലേ. അതിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും. കാരണം ടൈം മാത്രം കാണിക്കുന്ന സമയത്ത് ഓഫ് ആയിരിക്കും. കാരണം നമ്മൾ ടാപ്പ് സ്ക്രീൻ ഓർ റേസ് ടു ഡിസ്പ്ലേ ഇട്ടേക്കണം. കാരണം ഇപ്പോൾ ഒരു പുതിയ മിസ് കോൾ വന്നു അല്ലെങ്കിൽ പുതിയ മെസ്സേജ് വന്ന സമയത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയിരിക്കും. പക്ഷേ വാട്സപ്പ് ഒക്കെ ഉള്ള സമയത്താണ് എപ്പോഴും മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് അപ്പോൺ യു ഗൈസ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കളർ ആൻഡ് സ്റ്റൈൽ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാൻ കസ്റ്റമൈസ് ഗ്രീനാണ് ഇട്ടേക്കണേ. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ കളർ ഇടണമെങ്കിൽ ഇത് പിങ്ക് ഇടാം. കണ്ടോ, യു ക്യാൻ സി കസ്റ്റമൈസ്. ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ആപ്പ് ആൻഡ് UI കളർ ടേൺ ഓൺ ചെയ്തിട്ട് വേണം ഇത് ഞാൻ സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ബാക്ക്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ഐഫോൺ ലൈക്ക് കസ്റ്റമൈസേഷൻ, iOS ലൈക്ക് അല്ലെങ്കിൽ One UI ലൈക്ക്, ഇപ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. അത് കാരണം ഏതാ പറയേണ്ടതെന്ന് അറിയില്ല. എഡിറ്റ് ചെയ്യുക, ജസ്റ്റ് ടാപ്പ് ചെയ്യാണ്ടോ. ഏത് രീതി വേണം, എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ മതി. ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ, കളേഴ്സ് എല്ലാം ചൂസ് ചെയ്ത് പിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബോൾഡ്, അതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ മൊത്തം മാറ്റി
മാറ്റാൻ പറ്റും. പിന്നെ ഇത് ഡെഡിക്കേറ്റഡ് സിഗ്നേച്ചർ, ഞാനിപ്പോൾ ഇത് ഗോഡി സ്ലോ ആയിട്ടാണ്. അപ്പോൾ ഇത് സൺഡേ ഇന്നത്തെ ഡേറ്റ് വിത്ത് ടെക്സ്റ്റ് സഹിതം അവിടെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഫുൾ കസ്റ്റമൈസേഷൻ. പിന്നെ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ. ഇതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന ടൈമിൽ ഓരോ വാൾപേപ്പർ വന്നുകൊണ്ടിരിക്കും. ഡൈനാമിക് വാൾപേപ്പർ എന്ന് പറയും. അതായത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ടൈപ്പ് ആൻഡ് ലാംഗ്വേജിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻസ് മൂവിയും ഗെയിംസും ആണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എപ്പോഴും മൂവിയുടെയും ഗെയിംസിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് മാത്രമേ വന്നു പോകും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏരിയാസൊക്കെ അൺടിക്ക് ചെയ്യുക. ഇഷ്ടമുള്ള കാഴ്സാണോ, ഫുഡാണോ, ലൈഫ് സ്റ്റൈലാണോ, ഡിവോഷനാണോ, അതൊക്കെ സെലക്ട് ചെയ്യുക. ഡിവോഷൻ ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് വെച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ. ആൻഡ് നെക്സ്റ്റ് ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ലോക്ക് സ്ക്രീൻ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു കാരണവശാലും എനേബിൾ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇത് എനേബിൾ ചെയ്ത് നമ്മൾ ഫോൺ ലോക്കാന്ന് വെച്ചു. സോ പരിചയമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഫ്ലൈറ്റ് മോഡ് ഇടുക, അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുക, വൈഫൈ ഓൺ ആക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് റെക്കമെൻഡ് ടു ഡിസേബിൾ. ഈ ഒരു രീതി തന്നെ കിടന്നോട്ടെ, ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിങ്സ്. നമ്മുടെ നോവ ലോഞ്ചർ, അങ്ങനെ തേർഡ് പാർട്ടി ലോഞ്ചർ ഉണ്ടല്ലോ, ആ ലോഞ്ചറിൻ്റെ സോർട്ട് ഓഫ് കസ്റ്റമൈസേഷനാണ് വരുന്നത്. സ്ലൈഡിങ് എഫക്ട്സ് ഏത് രീതിയിൽ വേണം കണ്ടോ. അത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഞാനത് അധികം പറയുന്നില്ല. ആൻഡ് ഹോം സ്ക്രീൻ സ്റ്റൈൽ, ഡ്രോയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ വിത്ത് ആപ്പ് ഡ്രോയറും, സ്റ്റാൻഡേർഡ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ക്ലാസിക് ആയിട്ട് വിത്തൗട്ട് ആപ്പ് ലോഞ്ചറുമാണ് വരുന്നത്. സോ ഐ വുഡ് റെക്കമെൻഡ് ഡ്രോയർ സ്റ്റൈൽ ഇറ്റ് സെൽഫ്. ആൻഡ് ഹോം സ്ക്രീൻ ലേ ഔട്ട്, എത്ര ആപ്പ് ഒരു സ്ക്രീനിൽ വേണം. ഇപ്പോൾ നോക്കിയാൽ 4x6 അത് മാറ്റിയിട്ട് 5x6 ആക്കാം. അപ്പോൾ മാക്സിമം ആപ്സ് ഒറ്റ സ്ക്രീനിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. എത്ര ആപ്സാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആ രീതിയിൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ ബൈ ഡീഫോൾട്ടായിട്ട് ഗ്ലോബൽ സെർച്ച് എന്ന സാധനം വരും. പക്ഷേ അത് എനിക്ക് വലിയ ഒട്ടും താല്പര്യമില്ലാത്ത കാരണം ഞാനത് മാറ്റി ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ഡ്രോയർ ഇട്ടു. സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ അത് മാറ്റിയിട്ട് ഗ്ലോബൽ സെർച്ച് മാറ്റിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ ഹോം സ്ക്രീൻ വെച്ച് സ്വൈപ്പ് ഡൗൺ ചെയ്യണം അപ്പോൾ ഒക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ നോക്കിയറിയാം, ഇപ്പോൾ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഡിസ്കവർ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഗൂഗിൾ ഡിസ്കവർ അതിന് വേണ്ട, ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് ഹോം സ്ക്രീൻ പോട്ടെ, ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിൽ വരിക, ഗൂഗിൾ ഡിസ്കവറിൻ്റെ സാധനം ഓഫ് ആക്കിയിടുക, അപ്പോൾ ഒന്നും അവിടെ വരില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ സിമ്പിൾ മോഡ്. ഇപ്പോൾ നിങ്ങൾ പ്രായമുള്ള ആൾക്കാർക്ക് ഫോൺ യൂസ് ചെയ്യാൻ അവരെ ഏറ്റവും ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ടച്ചസ് ആണ്. ദാറ്റ് മീൻസ് ഫോൺ എടുക്കേണ്ട സമയത്ത് മെസ്സേജ് തൊടുക, കോൺടാക്റ്റിൻ്റെ ഒരു കോൺടാക്റ്റ് എടുക്കുന്ന സമയത്ത് വേറൊരു കോൺടാക്റ്റ് ടാപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാണ്ടല്ലോ പ്രിസൈസ് ടച്ച്. ഞാൻ തമ്പ് വെച്ച് ടച്ച് ചെയ്യാൻ പോവാണ്, സ്റ്റിൽ കണ്ടോ ഫോണിൽ തന്നെയാണ് പോണേ. ആൻഡ് കോൺടാക്ട്സ് ഇങ്ങനെ തൊട്ടാൽ പോലും വേറെ കോൺടാക്റ്റ് ഇട്ട് പോകില്ല. സോ ആ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമർ. പിന്നെ ഇവിടെയൊക്കെ കോൺടാക്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺടാക്ട്സ്, പപ്പ, മമ്മി, സിസ്റ്റർ, പേരൻസ്, ഫാമിലി, റിലേറ്റീവ്, ഫ്രണ്ട്സ് ഒക്കെ കോൺടാക്ട്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈസി ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡോക്ടർ, എമർജൻസി, അങ്ങനത്തെ ഏറ്റവും എസെൻഷ്യലായിട്ട് കോൺടാക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൽബംസ് എല്ലാം പ്രിസൈസ് ടച്ചസ് ആയിട്ട് വരുന്നത്. സോ നോ സോർട്ട് ഓഫ് ഇഷ്യൂസ്. സോ സിമ്പിൾ മോഡ് അങ്ങനെയുള്ളവർ ജസ്റ്റ് ഡയറക്റ്റായിട്ട് സിമ്പിൾ മോഡ് എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ ടേൺ ഓഫ് എക്സിറ്റിംഗ് ദ സിമ്പിൾ മോഡ്. ആൻഡ് ഇനിയും തീർന്നിട്ടില്ല. ഇനി ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഡൈനാമിക് എഫക്ട്സ് കസ്റ്റമൈസേഷനാണ്. സോ യു ക്യാൻ സി കുറേ എഫക്ട്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കാണിച്ചത്. ദാറ്റ് മീൻസ് റിയൽ ടൈം ബ്ലറിങ്, മോഷൻ ബ്ലർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്. പിന്നെ ടച്ച് സ്ക്രീൻ ആനിമേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ തവണ തൊടുമ്പോണ്ടല്ലോ ഈ ലൗച്ചിൻ്റെ ഇങ്ങനെ പറക്കണ എഫക്റ്റ്, പിന്നെ ബബിള്, ക്ലിറ്റർ എഫക്റ്റ്, അതൊക്കെ പാർട്ടിക്കൽ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ വരും. നന്നായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്യും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി ടേൺ ഇറ്റ് ഓൺ. ആൻഡ് നെക്സ്റ്റ് ആംബിയൻ ലൈറ്റ് എഫക്ട്സ്. ഇത് ഞാൻ പറയാം എസെൻഷ്യലി പറയാം നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് തന്നെയാണ്. സോ ഇപ്പോൾ ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന സമയത്ത് എഡ്ജ് ലൈറ്റിംഗ് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യണം. ഇനി നോർമൽ സിനാരിയോസ് ആണെങ്കിൽ ഇത് ഇവിടെ ടേൺ ഓൺ ചെയ്യണം. ഓക്കെ, സോ ലൈറ്റ് എഫക്ട്സ് ഇൻകമിംഗ് കോൾസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ലൈറ്റ് എഫക്റ്റ് ഫോർ ഇൻകമിംഗ് കോൾസ്. ഇത് ഇൻകമിംഗ് കോൾസ് വരുമ്പോഴുള്ള എഡ്ജ് ലൈറ്റിംഗ് ആണ് കേട്ടോ. ഈ രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല അതിൻ്റെ കളറ്, ട്രാൻസ്പെറൻസി, വിട്ട് മൊത്തം. ദാറ്റ് മീൻസ് അതിൻ്റെ എന്തോരം വീതി വേണം, ട്രാൻസ്പെറൻസി എന്തോരം തെളിച്ചെത്തി വരണം, കളർ ഏതൊക്കെ കളറിട്ട് അത് സെറ്റ് ചെയ്യാം. റെഡ് അങ്ങനെ ഏത് കളർ, ഇനി എഫക്റ്റ് ഏത് ടൈപ്പുള്ളത്, മൾട്ടി കളർ വേണമെങ്കിൽ അത്, അങ്ങനെ മൊത്തം കസ്റ്റമൈസേഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതും വേറെ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഫുൾ ടൈം കണ്ടത് നൈസായിട്ടുള്ള എപ്പോഴും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈവൻ ഡ്യൂറേഷൻ വരെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒറ്റ സെക്കൻഡ് മതിയോ, പെട്ടെന്ന് മതിയോ, അത് കുറച്ച് നേരം നിൽക്കണം വേണോ, അങ്ങനത്തെ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ പറ്റും. അതാണ് നമ്മുടെ ആംബിയൻ ലൈറ്റ് എഫക്റ്റ്. എസെൻഷ്യലി ഞാൻ പറയാം എഡ്ജ് ലൈറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ ട്രാൻസിഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരു തേർഡ് പാർട്ടി ലോഞ്ചർ പോലെ ഏത് രീതി വേണം, ഓരോ ആപ്പൊക്കെ തുറക്കുമ്പോൾ എങ്ങനെ തുറക്കണം, അങ്ങനെ ഹോം സ്ക്രീൻ ട്രാൻസിഷൻ. പിന്നെ ഹോം സ്ക്രീനിൻ്റെ എൻ്റർ ചെയ്യുമ്പോൾ ആനിമേഷൻ ഫ്ലൈ ഔട്ടാണ്. ഇങ്ങനെ ആ പ്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ആ ആപ്സ് വന്ന രീതി കണ്ടോ, ഇങ്ങനെ ഓക്കെ നോക്കിയോട്ടോ.
കണ്ടോ ഇങ്ങനെ വന്ന് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അത് ഏത് രീതി വേണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫിംഗർ പ്രിൻ്റ് ഐക്കൺ ഏത് സെറ്റ് ചെയ്യണം കണ്ടോ, ലോട്ട് ഓഫ് ഐക്കൺസ് ഉണ്ട്. ആൻഡ് ഫിംഗർ പ്രിൻറ്റിൻ്റെ റെക്കഗ്നിഷൻ ആനിമേഷൻ കണ്ടോ, അവിടെയും കുറേ സാധനങ്ങളുണ്ട്. ഇത് കിടുവാണല്ലോ കാണാൻ, നൈസായിട്ട്. ഞാൻ ഇല്ലാത്തൊരു ഫിംഗർ കണ്ടതേ. ഓക്കെ അത് നിങ്ങളുടെ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ. ഇതേ പിന്നെ ഫേസ് റെക്കഗ്നിഷൻ ആനിമേഷൻ. സോ ഞാൻ ഇത് ഫേസ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഉണ്ടോ, യു കൻ സി ഉണ്ടോ ആനിമേഷൻ. ഓക്കെ ആൻഡ് ദെൻ അതുപോലെ തന്നെ ചാർജിങ് ആനിമേഷൻ, USB ഇൻസേർഷൻ ആനിമേഷൻ, സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ് ആനിമേഷൻ. സോ ലോട്ട് ഓഫ് ആനിമേഷൻസ് ഔട്ട് ദെയർ. ഒരാൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഫോണിൽ മൊബൈൽ ഡാറ്റ ഓൺ ആയാലും വൈഫൈ ഓൺ ആയാലും നിങ്ങൾക്ക് ഫോണിൽ റിസീവ് ചെയ്തു. പക്ഷേ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ അയാൾ ഡിലീറ്റഡ് ഫോർ എവരിവൺ കൊടുത്ത ആ മെസ്സേജ് നിങ്ങളുടെ നിന്ന് പോയി. ഒരു ഓപ്ഷൻ നിങ്ങൾ ഓണാക്കി ഇട്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോഴും വായിക്കാൻ പറ്റുമായിരുന്നു. ഏതാണെന്നല്ലേ, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാറിൽ പോവുക, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി പോവുക, ഇതങ്ങ് ടേൺ ഓൺ ചെയ്യുക. ഏതൊക്കെ മെസ്സേജ് ഏതൊക്കെ ടൈം സ്റ്റാമ്പ് ഈ വൺസ് റിസീവ്ഡ് ഓൺ ഫോൺ വുഡ് ബി ഷോൺ ഓവർ ഹിയർ വിത്ത് ദ എക്സാക്ട് ടൈം സ്റ്റാമ്പ്. യു കൻ സി ഉണ്ടോ, വിത്ത് ടൈം സ്റ്റാമ്പ് സഹിതം ഉണ്ടോ. യൂട്യൂബ് നോട്ടിഫിക്കേഷൻ, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, ആൻഡ്രോയിഡ് സിസ്റ്റം നോട്ടിഫിക്കേഷൻ, ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നോ വിത്ത് ടൈം സ്റ്റാമ്പ്. വാട്സപ്പാണെങ്കിൽ വാട്സപ്പിൻ്റെ വിത്ത് ടൈം സ്റ്റാമ്പ് സഹിതം നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. അതാണ് നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാറിൻ്റെ ഓപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി സേവിങ്ങിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബാറ്ററി സേവർ മോഡ്, ബാലൻസ് മോഡ്, മോൺസ്റ്റർ മോഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. അൾട്രാ ഗെയിം മോഡിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ബാറ്ററി സേവറിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കേട്ടോ. നോർമൽ ബാറ്ററി സേവർ ഓപ്ഷൻ 10% കഴിയുമ്പോൾ ബാറ്ററി സേവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്ന ഓപ്ഷൻ. 90% കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ ചാർജ് ആവരുത്. അപ്പോൾ ഐഫോണിനൊക്കെ കണ്ടല്ലോ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്, ആ സംഭവം. പിന്നെ ബാറ്ററി കുറച്ചുകൂടെ സേവ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ ടൈം ഔട്ട് കുറയ്ക്കുക, സ്ക്രീൻ റിഫ്രഷ് ചെയ്ത് 60 ആക്കുക, ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുക, അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആൻഡ് സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്. ഓക്കെ അത് നമ്മുടെ ബാറ്ററിക്കകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് റാം ആൻഡ് സ്റ്റോറേജിനകത്ത് നിങ്ങൾക്കറിയാം ഇത് 12GB 256 വേരിയൻ്റ് ആയ കാരണം 12GB എക്സ്റ്റൻഡ് റാം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട, അത് സ്റ്റോറേജിൻ്റെ കൂടെ കൂടിയാൽ മതി. ഇത് എക്സ്റ്റൻഡ് റാം ഓഫ് ചെയ്യുക. എസെൻഷ്യലി ഇതൊരു റാം ഹെൽപ്പറാണ്, പ്രോപ്പറായിട്ടൊരു റാമിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടില്ല. സോ ഐ വുഡ് റെക്കമെൻഡ് കീപ്പിംഗ് ഇറ്റ് ഓഫ്. ഇതിപ്പോൾ ഓഫ് ആക്കുവാണെങ്കിൽ 10GB യൂസ് ഉണ്ടാവില്ല. ആക്ച്വലി യു കൻ സി ഞാൻ അത്യാവശ്യം ഗെയിമിങ്ങിനകത്തുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി, BGMI, PUBG, അങ്ങനത്തെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ ഫ്രീ ഫയർ കാര്യങ്ങൾ. സോ യു കൻ സി അപ്രോക്സിമേറ്റ് 10GB യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് അപ്പോൺ യു ഗൈസ്. അതാണ് നമ്മുടെ റാം ആൻഡ് സ്റ്റോറേജ്. ആൻഡ് നെക്സ്റ്റ് ഗോ ബാക്ക് ആൻഡ് നമ്മുടെ അൾട്രാ ഗെയിം മോഡ്. അൾട്രാ ഗെയിം മോഡ് പറഞ്ഞു കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ടോ, ഇതാണ് നമ്മുടെ അൾട്രാ ഗെയിം മോഡ് വരുന്നത്. ആൻഡ് ഇവിടെ കണ്ടോ പെർഫോമൻസ് മോഡ് ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് ബാലൻസ് മോഡിലായിരിക്കും എടുക്കുക. അതെനിക്ക് മിനിമം ഒരു ഫീച്ചറായിരിക്കും വരെ. ആൻഡ് അത് മാറ്റിയിട്ട് മോൺസ്റ്റർ മോഡാക്കുക, മാക്സിമം പെർഫോമൻസ് വേണ്ടി. ചുമ്മാ ആയിരിക്കും പെർഫോമൻസ്. റീഫ്രഷ് റേറ്റ് നമുക്ക് ഹൈ ഇടാൻ പറ്റും. ആൻഡ് ഇവിടെ നെറ്റ്വർക്ക്, പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഏറ്റവും കൂടുതൽ കൂട്ടിയിടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഈ മാക്സിമം 144 Hz സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ഗെയിമിംഗ് ടൂൾസിനകത്ത് പോയിട്ട് ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ ഫീച്ചർ ഉണ്ടോ, അതിനകത്ത് ഫ്രെയിം റേറ്റ് ബൂസ്റ്റ് അത് ഓണാക്കിയാലാണ് 144 Hz ഇടാൻ പറ്റുള്ളൂ. ആൻഡ് അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഈ കോൾ ഓഫ് ഡ്യൂട്ടി സെറ്റിങ്സിനകത്ത് പോയിട്ട് ഓഡിയോ ആൻഡ് ഗ്രാഫിക്സിനകത്ത് ഗ്രാഫിക് ക്വാളിറ്റി ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. ആൻഡ് ഫ്രെയിം റേറ്റ് അൾട്രാ കൊടുക്കുക. ആൻഡ് ഫ്രെയിം റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ആക്കിയിട്ട് ഡയറക്റ്റായിട്ട് 120 കൊണ്ടിടുക. അപ്പോഴാണ് നമുക്ക് 144 Hz റിഫ്രഷ് റേറ്റിൽ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ഇനി BGMIക്കകത്ത് സ്മൂത്തിനകത്ത് യു ക്യാൻ സി എക്സ്ട്രീം പ്ലസ് അൾട്രാ എക്സ്ട്രീം വരെ നമുക്കിത് ഓപ്ഷൻ ഉണ്ട്. ഓഫ് മാൻ, സിംപ്ലി സ്റ്റണ്ണിങ്. ആൻഡ് യു ക്യാൻ സി വിത്ത് ദ ഗെയിം ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷൻ 144 Hz വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ സി പിന്നെ നമുക്ക് ബാലൻസ്ഡ് നോക്കാം. ബാലൻസ്ഡിനകത്ത് നമുക്ക് മാക്സിമം എക്സ്ട്രീം വരെ പോകാം. HDക്കകത്ത് നമുക്ക് മാക്സിമം എക്സ്ട്രീം വരെ പോകാം. HDRനകത്ത് നമുക്ക് എക്സ്ട്രീം വരെ പോകാം. അൾട്രാ HDR നോക്കട്ടെ. അൾട്രാ HDRനകത്ത് ഫ്രെയിം റേറ്റ് അൾട്രാ വരെ പോകാം. എക്സ്ട്രീം HDR വന്നേ ഉള്ളൂ. ഓക്കെ ആൻഡ് ബാക്കി ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് 4D ഗെയിം വൈബ്രേഷൻ, നല്ല കിഡ്ഡൻ ഹാപ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും 4D ഗെയിം വൈബ്രേഷനകത്ത്. പിന്നെ ഈ സ്പോർട്സ് മോഡ് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ട് മൊത്തത്തിൽ നമ്മളൊരു പെർഫോമൻസ് കിട്ടാനുള്ള മോഡാണ്. പിന്നെ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള മോഡ്, സൂപ്പർ റെസൊല്യൂഷൻ. ദാറ്റ് മീൻസ് ഒറിജിനൽ ക്വാളിറ്റി വേഴ്സസ് ഹൈ ക്വാളിറ്റി, കുറച്ചും കൂടെ എൻഹാൻസിങ് ക്വാളിറ്റി. ആൻഡ് ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കോൾസ്, ബ്ലോക്ക് നോട്ടിഫിക്കേഷൻസ്, റിജക്റ്റ് കോൾസ്, മോഷൻ കൺട്രോൾ. ദാറ്റ് മീൻസ് നമുക്ക് ടിൽറ്റ് ലെഫ്റ്റ്, ടിൽറ്റ് റൈറ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ടേൺ ഓൺ ചെയ്തു കണ്ടോ, ഇവിടെ ഒരു ഐക്കൺ കണ്ടോ. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഷൂട്ട് ടസ്, ഇതാണ് ഇവിടെയാണ് ഷൂട്ടിൻ്റെ ബട്ടൺ വരുന്നതെങ്കിൽ ഇവിടെ ഞാൻ ഷൂട്ട് ടസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ടൈം ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴൊക്കെ ടിൽറ്റ് ലെഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒക്കെ ഈ ഒരു ബട്ടൺ ഈ ലൊക്കേഷനിലുള്ള ഈ ഒരു സംഭവം ട്രിഗറായിട്ട് അപ്പോൾ ഒക്കെ ഷൂട്ടായിരിക്കൊണ്ടിരിക്കും. എപ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഒക്കെ ഷൂട്ടായിക്കൊണ്ടിരിക്കും. ആ സെയിം രീതി തന്നെ നിങ്ങൾക്ക് ടിൽറ്റ് റൈറ്റ്, റേസ് ലെഫ്റ്റ്, റേസ് റൈറ്റ്, പുഷ് ഫോർവേഡ് ഹൊറിസോണ്ടലി, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ
മേക്ക് ഷുവർ യു ക്യാൻ ജസ്റ്റ് എനേബിൾ. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഷോക്കായിരിക്കും, അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ ഇത് കൺട്രോൾ സെറ്റിങ്, സൂപ്പർ ടച്ച് കൺട്രോൾ കണ്ടോ, അത് എങ്ങനെ വേണം ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കാൻ വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനകത്ത് സെൻസിറ്റിവിറ്റി കൂട്ടാൻ, സ്വൈപ്പ് റെസ്പോൺസിവ്നെസ് കൂട്ടാൻ, കൺട്രോൾ കൂട്ടാനുള്ള ഓപ്ഷൻസ് എല്ലാം അവിടെ ഉണ്ട്. ആൻഡ് ദെൻ യു ക്യാൻ സി പിന്നെ നമുക്ക് വരുന്നത് ഗെയിം വിഷ്വൽ ഹാൻഡ്, ദാറ്റ് മീൻസ് ആ കളർ കൂട്ടാണ്. യു ക്യാൻ സി കണ്ടോ, ആ ഒരു ഷാർപ്പ്നെസ് ഒക്കെ കൂട്ടിയിട്ട് കുറച്ചും കൂടി ഒരു കണ്ടോ, അതിനകത്ത് ഫിൽറ്റർ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ കണ്ടോ, ജസ്റ്റ് യു ക്യാൻ സി കണ്ടോ, കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫിൽറ്റർ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ഡൺ. ആൻഡ് പിന്നെ നമുക്ക് നോർമലായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അവിടെ നമുക്ക് കുറേ സൗണ്ട് എഫക്റ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സറൗണ്ട് സൗണ്ട്, സറൗണ്ട് ഫീൽഡ് എൻഹാൻസ്മെൻറ്റ്, വോക്കൽ എൻഹാൻസ്മെൻറ്റ്, ഡീറ്റെയിൽ എൻഹാൻസ്മെൻറ്റ്, ബാസ് എൻഹാൻസ്മെൻറ്റ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ ബ്രൈറ്റ്നസ് ലോക്ക്, ഓഫ് സ്ക്രീൻ ഓട്ടോ പ്ലേ, ഡയറക്റ്റ് ഡ്രൈവ് പവർ സപ്ലൈ. ദാറ്റ് മീൻസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുത്തിയിട്ട് നോർമലായിട്ട് വാം ആകും. അതിന് പകരം ഇവിടെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ചാർജ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോകുക, അല്ലാണ്ട് ബാറ്ററി ചാർജ് ആകത്തില്ല. ആ ഒരു സംഭവം നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രീൻഷോട്ട്സ്, റെക്കോർഡ് സ്ക്രീൻ, അങ്ങനെ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഗെയിം മോഡിനകത്തുള്ളത്. ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പെൻഡർ കൺട്രോൾസിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏത് ആപ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് ലിമിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഡാഷ്ബോർഡിനകത്ത് കയറി. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കോൾ ഓഫ് ഡ്യൂട്ടി ഇപ്പോൾ 27 മിനിറ്റ്സ് കളിച്ചു. അപ്പോൾ എനിക്കൊരു 15 മിനിറ്റ്, ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ കളിച്ചു വെച്ചു. അപ്പോൾ എനിക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്കൊരു വാണിംഗ് കിട്ടണം, അത് കഴിഞ്ഞ് പിന്നെ കളിക്കരുത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനകത്ത് പിന്നെയും കൂട്ടിയിടുകയൊക്കെ ചെയ്യാം. പക്ഷേ സ്റ്റിൽ നമുക്കൊരു സെൽഫ് അവയർനെസ്സിന് വേണ്ടി ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇതൊരു എത്ര മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട, ആ ഒരു 30 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഒരു വാണിംഗ് കിട്ടും 30 മിനിറ്റ് ആകുമ്പോൾ യു ഹാവ് ബീൻ യൂസിങ് പ്ലേയിങ് ദിസ് ഗെയിം ഫോർ 30 മിനിറ്റ്സ്. ഓട്ടോമാറ്റിക്കായിട്ട് 30 മിനിറ്റ് ചെയ്യുമ്പോൾ അത് ആപ്പ് തൊടാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൊക്കേഷനിൽ വന്നിട്ട് പിന്നെയും കൂട്ടുകയും കുറയ്ക്കും എന്തുകൊണ്ടാണെന്ന് ചെയ്യാം. പക്ഷേ സ്റ്റിൽ യു വുഡ് ഗെറ്റ് എ സെൽഫ് അവയർനെസ് ആറ്റ് ഐ ഹാവ് ബീൻ യൂസിങ്, ഈ ഒരു ആപ്പ് ഇത്ര നേരമായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുകയാണല്ലോ എന്നൊരു അവയർനെസ് നമുക്ക് കിട്ടും. സോ ഒരു ഓപ്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ ബെഡ് ടൈം മോഡ്, ഫോക്കസ് മോഡ്, ഏതൊക്കെ ആപ്സ് യൂസ് ചെയ്യണം, ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം മാനേജർ. ഇത് ഒബ്വിയസ്ലി ഒരു പുതിയ ഫോൺ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പഴയ ഫോണിലെ ഡേറ്റ A to Z ഇതിനകത്ത് വരണമെങ്കിൽ എക്സെപ്റ്റ് വാട്സപ്പും അതുപോലെ ബാങ്ക് ആപ്സും അല്ലാത്ത ബാക്കിയുള്ള ഗാലറി ഡേറ്റ, മെസ്സേജസ്, കോളിൻ്റെ റീസെൻസ് കോൾസും അത് മൊത്തം ഫയൽസ് മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോൺ ഫ്ലോ എന്നൊരു ആപ്ലിക്കേഷൻ അതിലും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ആൻഡ് ഇത് ന്യൂ ഡിവൈസായിട്ടും മറ്റേ ഡിവൈസ് ഓൾഡ് ഡിവൈസായിട്ടും കൊടുക്കുക. അപ്പോൾ A to Z ഡേറ്റ ആ ഫോണിൽ നിന്ന് അതേപടി ഇതിലോട്ട് വരും. ആൻഡ് നെക്സ്റ്റ് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ഈ എങ്ങനെയാണോ ഫോൺ കിട്ടുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും കുറേ ആൾക്കാരും ഫോൺസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് വരെ കസ്റ്റമൈസേഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുക. ഏതൊക്കെ ഫീച്ചേഴ്സാണോ നിങ്ങൾ ഒരു കാലത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് അതൊക്കെ നെക്സ്റ്റ് പേജ് ഇട്ട് അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ഒരു കാരണവശാലും ഞാൻ ഈ ബാറ്ററി ചാർജ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ താഴത്തെ സെക്ഷനിൽ കൊണ്ടുപോയിട്ടു. ഈ സെക്ഷനിലുള്ള ഐറ്റംസ് നോട്ടിഫിക്കേഷൻ പാനൽ ഡ്രോ ചെയ്യുമ്പോൾ കാണിക്കില്ല. ആൻഡ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത് ഇപ്പോൾ ഏറ്റവും ഇവിടെ കിടക്കണം, അത് ഞാൻ ഏറ്റവും കൊണ്ടുപോയി ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയിട്ടു. ഇനി ഇത് നെക്സ്റ്റ് പേജ് കിടക്കണം ഈ ഒരു നമ്മുടെ മോൺസ്റ്റർ മോഡ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം ഗെയിം കളിക്കുമ്പോൾ അത് ഞാൻ കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടു. അത് ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ. പിന്നെ അത് എസ്കാപ്ചർ ഞാൻ കൈ വെച്ചിങ്ങനെ കാണിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ പാനൽ വലിച്ചിട്ട് കാണിക്കും. അപ്പോൾ എനിക്ക് വേണ്ട, അപ്പോൾ അത് ഞാൻ താഴെ കൊണ്ടുപോയിട്ടു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് NFC, അത് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇല്ലാത്ത സെക്ഷനിൽ നിന്ന്, ദാറ്റ് മീൻസ് ഇവിടെ ഉള്ളതൊന്നും ലിസ്റ്റ് ചെയ്ത് കാണിക്കില്ല, അത് ഞാൻ നേരെ കൊണ്ടുപോയി മേളിൽ കൊണ്ടുപോയിട്ടു. കണ്ടോ. ഇനി അതേപോലെ തന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ കാസ്റ്റ് വേണം, അത് ഞാൻ ഏറ്റവും താഴെ നിന്ന് കൊണ്ടുപോയി മേളിൽ കൊണ്ടുപോയിട്ടു. യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ഇത് എക്സ്ട്രാ ഡിം എനിക്ക് വേണ്ട, അത് ഞാൻ മേളിൽ നിന്ന് കൊണ്ടുപോയി താഴെ കൊണ്ടുപോയിട്ടു. കണ്ടോ. ഇങ്ങനത്തെ ഫുൾ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ആൻഡ് ഞാൻ എക്സ്ട്രാ ഡിമിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. ഓക്കെ. സോ ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി. ഇതാണ് ഇപ്പോൾ സ്ക്രീനിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഞാൻ ഈ സ്ക്രീൻ ബ്രൈറ്റ്നസ് സ്ക്രീനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എൻ്റെ കണ്ണീട്ടും അടിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു ഫീച്ചർ ഓൺ ആക്കാം. ഈ ഒരു എക്സ്ട്രാ ഡിം എന്നൊരു സംഭവം ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു സെയിം ബ്രൈറ്റ്നസ് സ്ക്രീനിലുണ്ട്. പക്ഷേ യു ക്യാൻ സി ആ ഒരു പുറത്തേട്ട് വരുന്ന ആ ഒരു ബ്രൈറ്റ്നസ് ഇച്ചിരി ഒരു ഡിം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഇതാണ് എക്സാമ്പിൾ. ആൻഡ് ജസ്റ്റ് ഇത് എക്സ്ട്രാ ഡിം ഒന്ന് ഓണാക്കുവാണ്. ഭയങ്കര ക്ലോസ് ലുക്ക് ചെയ്താൽ മനസ്സിലാവുള്ളൂ. കണ്ടോ ആ ഒരു ഡിം തന്നെ ഉണ്ടോ, ഡിം കണ്ടോ. ആ ഒരു ബ്രൈറ്റ്നസ് സ്ക്രീനിൽ വരുന്നത്, പക്ഷേ ഈ പുറത്തേട്ടുള്ള ലൈറ്റ് അത്രയും വരുന്നില്ല. അതാണ് നമ്മുടെ എക്സ്ട്രാ ഡിം ഫീച്ചേഴ്സ്. ഓക്കെ. അത് ജസ്റ്റ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാൻ, എസ്പെഷ്യലി ഈ റൂമിൽ ലൈറ്റ് ഇല്ലാണ്ടൊക്കെ നൈറ്റ് ഫോൺസ് യൂസ് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ മസ്റ്റായിട്ടും അതൊക്കെ എനേബിൾ ചെയ്യുക. കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള ഒരു രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടും. കൂടുതൽ വിഡ്ജറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രീനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അറിയാം വിഡ്ജറ്റ്സ് ഉണ്ടോ, ഇഷ്ടം പോലെ വിഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും മെമ്മറി ക്ലിയർ ചെയ്യണ വിഡ്ജറ്റ് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് കൊണ്ട് ഇവിടെ കൊണ്ടിടുക. കണ്ടോ. ജസ്റ്റ് എപ്പോൾ ക്ലീൻ അപ്പ് ചെയ്താലും അപ്പോൾ ഒക്കെ ക്ലീൻ ആവും. കണ്ടോ. ജങ്ക് ഫയലൊക്കെ കളഞ്ഞു, റാമൊക്കെ ഫ്രഷ് ആക്കി. കണ്ടോ. അതേപോലെ നമുക്ക് വിഡ്ജറ്റ്സ് ഏതൊക്കെ വേണോ അവിടെ നിന്നൊക്കെ ആഡ് ചെയ്തിടാം. ഓരോന്നിനും ഡെഡിക്കേറ്റഡ്. ഇപ്പോൾ ബ്രൗസറിന് വേണ്ടി 3 വിഡ്ജറ്റ് ഉണ്ട്.
അതേപോലെ എന്ത് കലണ്ടറിന് വിഡ്ജറ്റ് ഉണ്ട്, അതൊക്കെ വിഡ്ജറ്റ് കൊണ്ട് അവിടെ കണ്ട് ആഡ് ചെയ്യാം. പിന്നെ എന്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, ആഡ് വിഡ്ജറ്റ് വേറെ സ്ക്രീനിൽ തൊട്ടിപ്പുറത്തെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലെങ്കിൽ അടുത്ത സ്ക്രീനിൽ ചെയ്യണ്ടോ, ഈ സ്ക്രീനിൽ കൊണ്ടിട്ടു കണ്ടോ. അപ്പോൾ എനിക്ക് ഈ ഹോം സ്ക്രീൻ തന്നെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വിഡ്ജറ്റ്സിൽ കലണ്ടർ ആക്സ് ചെയ്യാം. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, ഞാനിത് മൊത്തം പറയുന്നില്ല. കണ്ടോ ഓരോ യൂട്യൂബിന് തന്നെ വേറെ സെപ്പറേറ്റ് വിഡ്ജറ്റ് ഉണ്ടത്, ഇഷ്ടം പോലെ വിഡ്ജറ്റ്സ്. അതേപോലെ തന്നെ ക്രോം, ഗൂഗിളിൻ്റെ വിഡ്ജറ്റ്, അതായത് ഫ്രീക്വൻ്റ്ലി കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും തന്നെ ഗൂഗിൾ സെർച്ചിൻ്റെ, അത് ആഡ് വിഡ്ജറ്റ് കൊടുക്കുക. കണ്ടോ ഇവിടെ മെയിലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. സോ ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് കൊണ്ടുപോയി എനേബിൾ ചെയ്യുക, അതിൻ്റെ വേണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, റിമൂവ് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇത്രയുള്ള നമ്മൾ IQ13 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.